Okay. So last class, actually we have discussed on financial instruments as well as revenue. ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആ രണ്ട് പാർട്ട് ക്ലിയർ ആണോ? Okay. The next one we are going to discuss is lease. Okay. നമുക്കപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ലീസ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. I will start off with lease. See this Excel? Go sheet കാണുന്നുണ്ടോ? So IFRS 15, IFRS 16 lease എന്ന് പറയുന്നത് as same as your IFRS 15 that you have discussed last day. ഇതൊരു കംപ്ലീറ്റ്ലി പുതിയ സ്റ്റാൻഡേർഡ് ആണ്. Okay, lease എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്റ്റാൻഡേർഡ് ആണ്. Is actually transferred from the standard IAS 17. So it was under the standard IAS 17. അപ്പൊ IAS 17 എന്ന് പറയുന്ന ആ ഒരു പ്രീവിയസ് ലീസ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് എന്തിലോട്ട് വന്നത്? IFRS 16 വന്നത്. സോ ഈ ഒരു നോളജ് പാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് വി ഹാവ് സീൻ ദാറ്റ് ദേർ വർ ക്വസ്റ്റ്യൻസ് ഡിസ്കസിങ് അബൌട്ട് ദിസ് ചേഞ്ചസ്. ഓക്കെ, അപ്പൊ IAS 17 ഒരു അക്കൗണ്ടിങ് രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് IFRS 16 വന്നപ്പോൾ വാട്ട് ആർ ദ ഇമ്പാക്ട് ക്യാൻ മേക്ക് ഓൺ ദ FS എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ IAS 17 നമുക്കറിയാം ബേസിക്കലി രണ്ട് ചോയ്സസ് ഉണ്ടായിരുന്നു. ലീസിന് തന്നെ, ലീസ് അക്കൗണ്ടിങ്ങിന് നമുക്ക് രണ്ട് ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, that is finance lease and operating lease. So finance lease, operating lease എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോയ്സസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ എന്താണ് ഫൈനാൻസ് ലീസ്? വാട്ട് യു മീൻ ബൈ ഫൈനാൻസ് ലീസ്? സോ വാട്ട് ഈസ് ഫൈനാൻസ് ലീസ് ഗൈസ്? എന്താണ് ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫൈനാൻസ് ലീസ് മീൻസ് ഒരു ലീസ് അറേഞ്ച്മെന്റിൽ രണ്ട് പാർട്ടീസ് ആണുള്ളത്, അല്ലെ? ദ ലെസ്സർ ആൻഡ് ലെസ്സി. അപ്പോ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് വെയർ ദ ലെസ്സർ വിൽ ട്രാൻസ്ഫർ ലെസ്സി. ലെസ്സിക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? all the risk and rewards. Okay, all the risk and rewards of that underlying asset. ആ ലീസ്ഡ് അസറ്റിന്റെ എല്ലാ റിസ്ക് ആൻഡ് റിവാർഡ്സും ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. So clear everyone? So all the risk and rewards are transferred from lessor to lessee. സോ ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിറ്ററലി ആ കൺട്രോൾ അല്ലെങ്കിൽ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു? ലെസ്സിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇൻ ദ ലെസീസ് ബുക്സ്, ഓട്ടോമാറ്റിക്കലി ഇൻ ദ ലെസീസ് ബുക്സ്, അപ്പോൾ ഇതിനെ അക്കൗണ്ട് ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും? ഡെബിറ്റ് ഒരു അസറ്റ് ആയിട്ടും, ബിക്കോസ് അസറ്റ് കിട്ടിയതുപോലെ തന്നെയാണ് അക്കോർഡിംഗ് ടു വിച്ച് കൺസെപ്റ്റ്? സബ്സ്റ്റൻസ് ഓവർ ലീഗൽ കൺസെപ്റ്റ്. അപ്പൊ ലീഗലി ഇവിടെ ലെസ്സർ ആ ടൈറ്റിൽ ഒന്നും ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല അസറ്റിന്റെ. ബട്ട് സ്റ്റിൽ ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ കൺട്രോള് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ലെസ്സിന്റെ ബുക്കിൽ, ഓക്കെ, അത് ലീസിന് എടുക്കുന്ന ലെസ്സിന്റെ ബുക്സിൽ ദേ വിൽ അക്കൗണ്ട് ആൻ അസറ്റ് ആൻഡ് ഒബ്വിയസ്ലി ദേ വിൽ റെക്കോർഡ് എ ലീസ് ലയബിലിറ്റി ആസ്. അവരെന്ത് ചെയ്യുമായിരുന്നു? ഒരു ലീസ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുമായിരുന്നു. സോ ദിസ് ഈസ് ദ അക്കൗണ്ടിങ് എൻട്രി ഫോർ ലെസ്സി വെൻ ഇറ്റ് കംസ് ടു എ ഫൈനാൻസ് ലീസ്. ഇത് തന്നെ ഓപ്പറേറ്റിംഗ് ലീസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ റിസ്ക് റിവാർഡും കംപ്ലീറ്റ്ലി എന്ത് ചെയ്യത്തില്ല? ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഇറ്റ്സ് ലൈക്ക് എ നോർമൽ റെന്റൽ അഗ്രിമെന്റ്. ഓക്കെ, ഫുൾ കൺട്രോൾ ആരുടെ തന്നെയാണ്? നമ്മുടെ ലെസ്സറിന്റെ കയ്യിലാണ്.
റിസ്ക് ആൻഡ് റിവാർഡ്സ് ട്രാൻസ്ഫർ ചെയ്യാത്ത സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ലെസി അതിനെ ഒരു എക്സ്പെൻസ് മാത്രം കാണിക്കും. ആ ലീസ് റെന്റൽസ് എന്തായിട്ട് കാണിക്കും? നമ്മൾ നോർമലി റെന്റ് ബുക്സ് ചെയ്യുന്ന പോലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഫൈനാൻസ് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസിന്റെ ട്രീറ്റ്മെന്റ്, ബേസിക്കലി ഉള്ള ട്രീറ്റ്മെന്റ് വെൻ ഇറ്റ് കംസ് ടു IAS 17. സോ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ചോയ്സ്. പക്ഷെ ഈ ചോയ്സ് ഇപ്പൊ മാറി. എന്തുകൊണ്ടാ ലീസിന്റെ ഈ ചോയ്സ് ഇപ്പൊ മാറി? ബിക്കോസ് എസ്പെഷ്യലി ലെസിക്ക് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഓപ്ഷൻ 1, ഇതാണ് ഓപ്ഷൻ 2. അല്ലെ, ലീസിനെ അക്കൗണ്ട് ചെയ്യാൻ ലെസിയുടെ ബുക്സിൽ നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഫൈനാൻസ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം. സോ ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്ത ഓപ്ഷൻ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്തൊരു ഓപ്ഷൻ, യെസ്, എവരിവൺ സ്റ്റാർട്ടഡ് ചൂസിങ് ഓപ്പറേറ്റിംഗ് ചൂസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ റീസൺ എന്താ? ദേ വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് ദാറ്റ് അസറ്റ്. അറ്റ് ദ സെയിം ടൈം അവർ എന്ത് ക്രിയേറ്റ് ചെയ്ത് വരുന്നില്ല? ഒരു എക്സ്പെൻസോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പൊ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയപ്പോ അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്താൽ മതി? ലൈക്ക് ഒരു ബുക്സിൽ ഒരു ലീസ് റെന്റൽ ചാർജ് മാത്രം റെക്കഗ്നൈസ് ചെയ്ത് പോവാ, ഒരു ലയബിലിറ്റി അവിടെ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ തുടങ്ങി? യെസ്, എവരിവൺ സ്റ്റാർട്ടഡ് ടു ചൂസ് ദ സെക്കൻഡ് ഓപ്ഷൻ, ഓപ്പറേറ്റിംഗ് ലീസ്. കാരണം അസറ്റ് യൂസ് ചെയ്യാം ബട്ട് വിത്തൗട്ട് ഇൻകറിങ് എനി ലയബിലിറ്റീസ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരെന്താ ചെയ്യാൻ നോക്കുന്നത്? they are trying to understate ലയബിലിറ്റി അണ്ടർസ്റ്റേറ്റ് ചെയ്യാനാണ് അവർ നോക്കിയത്. ഓക്കെ ആണോ മക്കളെ? ഇങ്ങനെ ചെയ്യുന്നത് വഴി they literally try to understate liability. Is it clear everyone? അപ്പോ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? The way we are trying to understate liability, ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഓഫ് ബാലൻസ് ഷീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അണ്ടർസ്റ്റേറ്റ് ചെയ്ത്, എസ്പെഷ്യലി നമ്മുടെ ഫൈനാൻഷ്യൽ പ്രൊവൈഡേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? പറ്റിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ വി ആർ മാനിപ്പുലേറ്റിംഗ് എഫേർട്സ് in order to show a better image to the financial providers such as investors or banks. ഓക്കെ, ആ പ്രോസസ്സ് നമുക്ക് ഇത്രയോടെ നല്ലപോലെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഓഫ് ബാലൻസ് ഷീറ്റിംഗ് പ്രോസസ്സ് വഴിയാണ്. അപ്പൊ അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്ത്? IAS 17. സോ ലെസിയുടെ ബുക്സിൽ എപ്പോഴും അവര് when we have given that option, most of them have chosen operating lease, and thereby they understated the liability and leads to off balance sheet. അപ്പോ ഈ ഒരു ചേഞ്ച് ആണ് മെയിൻലി എവിടെ വന്നത്? IFRS 16 വന്നപ്പോ ലീസിന് വന്നത്. സോ ആസ് ഓഫ് നൗ there is only one lease. അങ്ങനെ ലെസിയുടെ ബുക്സിൽ, ഇൻ ലെസീസ് ബുക്സ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. there is only one lease. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then they have to recognize the lease liability എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകും. Is it clear everyone? സോ ആ ഓപ്ഷൻ അവർ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ ഒരു ചേഞ്ച്. So what's the new definition of lease? ലീസിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ എന്താണ്? Lease is a contract that conveys the right to use of an asset for a period of time in exchange of consideration. അപ്പോ ലീസ് എന്ന് പറഞ്ഞ കോൺട്രാക്ട് ആണ് in which the lessor or the owner of the asset will transfer the right to use that underlying asset to another party, which is lessee. അത് ചുമ്മാതെ കൊടുക്കുന്നതാണോ? അല്ല, in exchange of a consideration. ഇപ്പോ ഈ പറയുന്ന കോൺട്രാക്ട് ഇപ്പൊ ലീസ് അല്ല എന്ന് വെച്ചോ, ലീസിന്റെ ചില ക്വാളിറ്റീസ് മീറ്റ് ചെയ്യുന്നില്ല. ലീസിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? കൺട്രോൾ ട്രാൻസ്ഫർ ആവണം, എല്ലാ ബെനിഫിറ്റ്സും ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം? ലെസിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ആൻഡ് ലെസി ഷുഡ് ഹാവ് എ റൈറ്റ് ടു ഡയറക്ട് ദ യൂസ് ഓഫ് ദാറ്റ് അസറ്റ്. അപ്പൊ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടി എന്നുള്ളതിന്റെ സിഗ്നൽസ് നമുക്ക് കിട്ടും.
അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ജസ്റ്റ് എന്തായിട്ട് മാത്രം റെക്കഗ്നൈസ് ചെയ്യും? ഒരു സർവീസ് കോൺട്രാക്ട് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. Is it clear? ഓക്കെ ആണോ മക്കളെ? അപ്പൊ ലീസിന്റെ കോൺട്രാക്ടിന്റെ ക്രൈറ്റീരിയ ആദ്യം മീറ്റ് ചെയ്തോ നോക്കുക. അപ്പൊ എന്തൊക്കെയാണ് ലീസിന്റെ കോൺട്രാക്ടിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോ? എന്തൊക്കെയാ നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞേ? യെസ്, അവിടെ കൺട്രോള് ട്രാൻസ്ഫർ ചെയ്യണം. അത് നമ്മൾ എങ്ങനെ നോക്കുന്നത്? ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടായിരിക്കും. ദാറ്റ് ഈസ് മൊത്തം ആ പറയുന്ന അസറ്റ്സിന്റെ എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സും ലെസ്സിക്ക് കിട്ടിയോ നോക്കുക. ലെസ്സി ഹാവ് ഒബ്റ്റെയിൻഡ് ഓൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം ദാറ്റ് അസറ്റ്. ദെൻ ആ അസറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ദ കസ്റ്റമർ ക്യാൻ ഓപ്പറേറ്റ് ദ അസറ്റ് വിത്തൗട്ട് ദ സപ്ലൈസ് ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ സപ്ലൈറിന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും കാണില്ല. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോ അതേ അല്ലെങ്കിൽ നമ്മളിപ്പോ ക്വസ്റ്റനറി പറയുന്നത് ദേ ഹാവ് ദ റൈറ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ബട്ട് ഇറ്റ് വിൽ ഇൻകർ എ സിഗ്നിഫിക്കന്റ് കോസ്റ്റ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ആ കൺട്രോൾ ട്രാൻസ്ഫർ ആയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന മക്കളെ? മെയിൻലി 3 ക്രൈറ്റീരിയ നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നോക്കുക, ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഡയറക്ഷൻ, ഓക്കെ, then without any intervention from the supplier. At the same time എന്ത് റൈറ്റ് കാണല്? ഈ പറയുന്ന ലെസറിന് ആ പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് കാണാം. ഇത്ര ഓക്കെ ആണോ? സോ ഇഫ് ദിസ് ക്രൈറ്റീരിയാസ് ഓഫ് മെറ്റ്, നമുക്ക് അതിന് എന്ത് അക്കൗണ്ട് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ ലീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാം. അപ്പൊ ലീസിന് ഇപ്പോൾ ഒരു ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ. ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് സീൻ നൗ. അപ്പൊ ആ ഡെഫിനേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then lessee needs to book a lease accounting there. അപ്പൊ എന്താ പുതിയ ലീസ് അക്കൗണ്ടിങ്? അസറ്റിന് പകരം റൈറ്റ് ടു യൂസ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ബുക്സിൽ നമ്മൾ ഡെബിറ്റ് അസറ്റ് എന്നല്ലാതെ അസറ്റ് സൈഡിൽ ഒരു റൈറ്റ് ടു യൂസ് എന്ന ലൈനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ് മീൻ ബൈ ഇറ്റ്? അതൊരു ലീസ്ഡ് അസറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിന്റെ കൺട്രോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊരു ലീസ്ഡ് അസറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഓൺ ദ അസറ്റ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? വി ഹാവ് ടു റെക്കഗ്നൈസ് എ ലീസ് ലയബിലിറ്റി. ഒരു ലീസ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വെൻ വി ബുക്ക് ദാറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഇൻ അവർ ബുക്സ്, ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഇപ്പൊ ഏർലിയർ IAS 17 ഫോളോ ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ എക്സ്പെൻസ് മാത്രം റെക്കഗ്നൈസ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് വരുവാണ്? ഒരു ലയബിലിറ്റിയും കൂടെ വരുവാണ്. So it will affect our gearing ratios. It will affect our ROCE. അല്ലെ? അപ്പോ it will affect the overall P&L as well as it will affect the overall balance sheet. ഈ ഒരു ഇമ്പാക്ട് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? എക്സാമിന് ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പൊ IAS 17 മാത്രം ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എക്സ്പെൻസ് മാത്രമേ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഓൺലി അഫക്ട് ദിയർ പ്രോഫിറ്റ് ആൻഡ് റിട്ടേൺ ഏർണിങ്സ്. അവിടെ അസറ്റിലും ലയബിലിറ്റിയിലും എന്ത് വരുന്നില്ല? ഒരു എഫക്റ്റും വരുന്നില്ല, അല്ലെ? പക്ഷെ ലീസ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയുടെ അസറ്റ് സൈഡിൽ അതിന്റെ ഇമ്പാക്ട് വരുന്നുണ്ട്, ലയബിലിറ്റി സൈഡിൽ ഇമ്പാക്ട് വരുന്നുണ്ട്, പ്രോഫിറ്റിലും അതിന്റെ ഇമ്പാക്ട് വരുന്നു, അല്ലെ? ബിക്കോസ് വി നോ ദാറ്റ് ദിസ് റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് അതൊരു നോർമൽ അസറ്റ് തന്നെയാണ്, പേര് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പൊ ഈ അസറ്റിന്റെ കൺട്രോൾ നമ്മൾ കിട്ടിയോണ്ട് ഈ അസറ്റിന് നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? വി ഹാവ് ടു ഡിപ്രീഷിയേറ്റ്, അല്ലെ? ഈ ലയബിലിറ്റി ആണ്. സോ ഇറ്റ്സ് എ ലീസ് ലയബിലിറ്റി. ലീസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അഗൈൻ ഇറ്റ്സ് കം ടു, ഇതൊരു കൈൻഡ് ഓഫ് കോൺട്രാക്ട് ആണ്, അല്ലെ? ദ കോൺട്രാക്ട് ഇൻ വിച്ച് ഒരു പാർട്ടിക്ക് എന്താ? ഒരു ഫിനാൻഷ്യൽ റൈറ്റ് ഉണ്ട് ടു റിസീവ് ക്യാഷ്, ദാറ്റ് ഈസ് ലെസ്സർ. ഓൺ ദ അതർ ഹാൻഡ് വാട്ട് അബൌട്ട് ലെസ്സി? ലെസ്സിക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു പേ ലീസ് പേയ്മെന്റ്. അപ്പൊ ലെസ്സിനെ സംബന്ധിച്ചോളം ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയും വരുവാണ്, അല്ലെ? അപ്പൊ ഒരു കോൺട്രാക്ട് ഇൻ വിച്ച് ഒരു പാർട്ടിക്ക് ഫൈനാൻഷ്യൽ അസറ്റ്, ഒരു പാർട്ടിക്ക് ഫൈനാൻഷ്യൽ ലയബിലിറ്റി, ആ കോൺട്രാക്ടിന് നമ്മൾ എന്താ പറയുന്നത്? What do you call such contracts? A contract in which it will create a financial liability to one party and financial asset to one party. അങ്ങനത്തെ കോൺട്രാക്ട്സ് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. So we'll call it as financial instrument. അപ്പൊ ഓൾമോസ്റ്റ് ലീസ് ലയബിലിറ്റി ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. സോ എന്താണ് നമ്മൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റിക്ക് ഫോളോ ചെയ്യുന്ന
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ അല്ലേ? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ അല്ലേ നമ്മൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റിക്ക് ഫോളോ ചെയ്യുന്നത്? ആ സെയിം മോഡലാണ് ഇഫ് യു ലുക്ക് ഇൻ ടു ലീസ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യാൻ പോകും. അപ്പോൾ ആ ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആകുമ്പോൾ അത് കാരണം കുറച്ച് വരുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒക്കെ കാണും. ആ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എങ്ങോട്ട് പോകും? Again it will go to P&L. Amortized cost model, we know that how to account for it. എന്തായിരുന്നു amortized cost model ഒരു പെർഫോമ? Liability plus effective rate Effective interest in the amount we paid closing. minus. അപ്പോൾ ആ സെയിം ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് എന്തിനു വരുന്നത്? ലീസ് ലയബിലിറ്റിനെ അക്കൗണ്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ട് ലീസ് പഠിക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കണക്ഷൻ. Is it clear everyone? അപ്പോൾ ഇനിഷ്യൽ മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണോ? And do you understood that what's the difference between IAS 17 and IFRS 16 and what impact it can make on your FS? Is it clear everyone? Yes. Okay. So next നമുക്ക് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്ന് നോക്കാം. അപ്പോൾ how will you measure this lease liability? അല്ലെങ്കിൽ how will you measure the right to use of asset? അത് നമുക്ക് So when we calculate the lease liability എന്ന് പറയുന്നത് എന്താ മക്കളെ? How will you measure this lease liability? Initial measurement. Lease liability initial measurement എന്തൊക്കെ വരും? So liability means നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യാനുള്ള സാധനമാണ് അതെന്ന് പറയുന്നത് ലയബിലിറ്റി അല്ലേ? അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ ഫ്യൂച്ചറിൽ വിത്ത് റെസ്പെക്ട് ടു ലീസ് പേ ചെയ്യേണ്ടത് അതിന്റെ എല്ലാം എന്തെടുക്കുക? പ്രസന്റ് വാല്യൂ എടുക്കുക. You haven't paid on the initial date. നിങ്ങൾ ഇനിഷ്യൽ ഡേറ്റിൽ പേ ചെയ്തില്ല, ബട്ട് നമുക്ക് ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ടി വരുന്ന എല്ലാ പേയ്മെന്റ്സിന്റെ എന്തെടുക്കുക? പ്രസന്റ് വാല്യൂ എടുക്കുക. ഇറ്റ്സ് ക്ലിയർ എവരിവൺ? So എന്തൊക്കെയാണ് these future payments? What all includes in these future payments, guys? എന്തൊക്കെ കമ്പണൻസ് വരാം? It will include some fixed payments. അല്ലേ? ഇനിയും apart from some fixed payments ചിലപ്പോൾ എന്തെങ്കിലും വേരിയബിൾ പേയ്മെന്റ്സ് കൊടുക്കേണ്ടി വരും. Okay. Then what else includes in this? Purchase price. That is, നമ്മൾ ആ പറയുന്ന അസറ്റ് സംടൈംസ് ഈ ലീസിന് എടുക്കുന്ന ആള് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം ദേ മേ പർച്ചേസ് ഇറ്റ്. അപ്പോൾ ആ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിപ്പോ ഷുവർ ആണ് ദാറ്റ് ഓപ്ഷൻ ഈസ് എക്സസൈസബിൾ. ഓക്കെ, ദ പർച്ചേസ് ഓപ്ഷൻ ഈസ് എക്സസൈസബിൾ ഷുവർ ആണെങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണെന്ന് വെച്ചോ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? We have to consider it as a future payment. Then residual value guarantee എന്ന് പറഞ്ഞ ഐറ്റം. എന്താണ് residual value guarantee? What do you mean by residual value guarantee, guys? ആ പർട്ടിക്കുലർ അസറ്റിന്റെ residual value guarantee ചെയ്യുന്നു. ആർക്ക് guarantee ചെയ്യുന്നു? ലെസ്സിക്ക് guarantee ചെയ്യുന്നു. സോറി, ലെസറിന് ഗ്യാരണ്ടി ചെയ്യുവാണ്. ആ പർട്ടിക്കുലർ അസറ്റിന്റെ റെസിഡൽ വാല്യൂ നമുക്ക് തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? Then if it is probable that നിങ്ങൾ ആ ഒരു മിനിമം ലീസ് പീരീഡ് കാണും ഫോർ എവറി ലീസ്, അതിന് മുമ്പ് നിങ്ങൾ ആ ലീസ് പീരീഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലെസ്സി എന്ത് പേ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും? ഒരു പെനാൽറ്റി പേ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെനാൽറ്റിയുടെ എന്ത് വരും? പ്രസന്റ് വാല്യൂ. ക്ലിയർ ആണോ? സോ
fixed payment, variable payments, then purchase option if exercisable, residual value guarantee, and termination penalty. Okay, now client. അപ്പോൾ ഇതെല്ലാം ഒരു ക്വസ്റ്റനറി വരണമെന്നില്ല. ദിസ് ദ മാക്സിമം വിച്ച് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരണമെന്നില്ല. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഓൾ ഇൻക്ലൂഡ്സ് ഇൻ ദ ഫ്യൂച്ചർ വാല്യൂസ്, അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ പേയ്മെന്റ്സ്, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആ ഫ്യൂച്ചർ പേയ്മെന്റ് ശരിക്കും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ വൺസ് വി കാൽക്കുലേറ്റ് ദിസ് ലയബിലിറ്റി, അതിന്റെ സബ്സിക്വന്റ് മെഷർമെന്റ് എന്തായിരിക്കും? Subsequent measurement depends on two factors. First one, lease payment. ചിലപ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെ ആയിരിക്കാം? In arrears. അതേപോലെ തന്നെ ചിലപ്പോൾ ലീസ് പേയ്മെന്റ് വരുന്നത് അഡ്വാൻസ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും സബ്സിക്വന്റ് മെഷർമെന്റ് ഡിഫറെന്റ് ആണ്. ലെറ്റ്സ് സേ ഇൻ കേസ് ഓഫ് അരിയേഴ്സിൽ എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. Then അതിന്റെ മണ്ടയ്ക്ക് നമുക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. Then പേയ്മെന്റ്, annual payment. നമ്മൾ കൊടുക്കുന്ന ലീസ് കുറയ്ക്കണം, അല്ലേ? We have to deduct the payment. We will get the closing lease liability. So ഇതാണ് ഒരു അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് if it is a arrears. in arrears. ഇനി അഡ്വാൻസ് വരുമ്പോ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? The format will be same. ഓപ്പണിംഗ് വരും, പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഫൈനലി യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി. Is it clear, everyone? Yeah. So this is the difference when it comes to lease payment in advance and lease payment in arrears. ഇതൊക്കെയാണ് എല്ലാവർക്കും അഡ്വാൻസിന്റെ അരിയേഴ്സിന്റെ വ്യത്യാസം മനസ്സിലായോ? Yes. So this is how we charge the subsequent amounts. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് ഓൺ P&L and SOFP ഒക്കെ അറിഞ്ഞിരിക്കുക. ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കും എങ്ങോട്ട് പോകുന്നത്? Interest will go to P&L. This closing liability will go to balance sheet. Right? And what about the amount that we have deducted? It will go to cash flow. Cash flow il evada poydu? Financing activity. Keto? It will go under financing activity. Nammal pay cheyda amount, lease is a kind of financing option. Alle? Lease or buy nu parayunna endana? Oru financing option aanu. Appo aa financing activities lairikku idu പോകുന്നത്. നിങ്ങളോട് ക്യാഷ് ഫ്ലോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ ലീസിന്റെ പേയ്മെന്റ് എമൗണ്ട് എവിടെ പോകും? It will go to financing. Is it clear, everyone? അപ്പോൾ ആ സബ്സിക്വന്റ് മെഷർമെന്റ് എന്താണെന്നും ഇനിഷ്യൽ മെഷർമെന്റ് എന്താണെന്നും ക്ലിയർ ആണോ? Yeah. So in the same way നമുക്ക് എന്ത് മെഷർ ചെയ്യേണ്ടി വരുന്നുണ്ട്? Right to use asset. യൂസ് ഓഫ് അസറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. So right of use of asset നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് one thing we have to understand is എല്ലാം ആ പറയുന്ന അസറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ആയിട്ടുള്ള എല്ലാ പേയ്മെന്റ്സും, ദാറ്റ് ഈസ് ഞാൻ സിംപ്ലി ഞാൻ പറയുന്നത് എപ്പോഴും ഇൻ പാസ്റ്റ്, ഇൻ പ്രസന്റ് ആൻഡ് ഇൻ ഫ്യൂച്ചർ. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് അസറ്റിന്റെ റൈറ്റ്സ് കിട്ടാനായിട്ട് നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ യു വുഡ് ഹാവ് ഇൻകേർഡ് സം ഡയറക്റ്റ് കോസ്റ്റ് ഓർ യു മേ ഇൻകർ സം ഫ്യൂച്ചർ പേയ്മെന്റ്സ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള വാല്യൂ ആയിരിക്കും എവിടെ വരുന്നത്? അസറ്റിന്റെ റൈറ്റ് ഓഫ് യൂസിനകത്ത്, റൈറ്റ് ഓഫ് യൂസ് അസറ്റിനകത്തിൽ വരുന്നത്. So when we calculate this right of use asset, it will include the all payments that you have made or you have to pay in future. അല്ലേ? അപ്പോൾ ആ ഫ്യൂച്ചറിലുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ? Initial lease liability. ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ഫ്യൂച്ചർ പേയ്മെന്റ്സിനെ എന്തെടുത്തിട്ടുണ്ടായിരുന്നു? Cash flows. Lease payment, PV of annual. വാല്യൂ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ വാല്യൂ എന്താണെങ്കിലും it will contribute to right of use of asset. Then apart from that, നമ്മൾ എന്തെങ്കിലും add any advance paid, നമ്മൾ അഡ്വാൻസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ in the same way if you have incurred any direct cost, okay, നമ്മൾ എന്തെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ Site restoration. let's any kind of incentives we have received, അത് കുറയ്ക്കുക. Then obviously the present value of future dismantling cost or decommission. Future എന്തൊരു ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ഡീകമ്മീഷനിങ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ present value include ചെയ്യാം. Okay, so when you calculate the right to use of asset, it will include the initial measurement of liability, പിന്നെ എന്ത് വരാം, the advance amount that you have paid, then all direct cost less any incentives, then അതിലോട്ട് പിന്നെ എന്തുകൊണ്ട് ആഡ് ചെയ്യുക, initial estimate of your future dismantling cost and all these factors. Anything you have to pay excess cash ആയിട്ട് പോകും. ലയബിലിറ്റി അല്ലാതെ നീ എന്തെങ്കിലും എക്സസ് പേ ചെയ്തതെല്ലാം എന്തായിട്ട് പോകും, ക്യാഷ് ആയിട്ട് പോകും. അപ്പോ സോ വെൻ യു റൈറ്റ് ദ എൻട്രി, നമുക്കറിയാം ഡെബിറ്റ് റൈറ്റ് ടു യൂസ് അസറ്റ്, റൈറ്റ് ഓഫ് അസറ്റ്, റൈറ്റ് ഓഫ് യൂസ് അസറ്റ് വരും, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി വരും. ബട്ട് വി നോ ദാറ്റ് എല്ലാം ലയബിലിറ്റിയിൽ വരത്തില്ല അല്ലെ, ബാക്കി അപ്പം എന്തായിരിക്കും, നമ്മൾ ക്യാഷ് കൊടുത്തതായിരിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി ആവത്തില്ല. അപ്പൊ ടാലി ആവുമ്പോൾ ബാക്കി എമൗണ്ട് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇറ്റ് വിൽ ഗോ ടു ക്യാഷ്. ഓക്കെ, സോ വാട്ട് എവർ ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് വി ഗെറ്റ്, ഈ റൈറ്റ് ഓഫ് യൂസ് അസറ്റിനെ നമ്മൾ ഇനിയും ട്രീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം ആസ് ഒരു IA-16 പോലെ ആയിരിക്കും. ആ അസറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡൽ IA-16 ആയിരിക്കും. ദാറ്റ് ഈസ് എയ്തർ വി വിൽ യൂസ് കോസ്റ്റ് മോഡൽ ഓർ റിവാലുവേഷൻ. അതിന്റെ സബ്സിക്വന്റ് മെഷർമെന്റ് അപ്പൊ എന്തായിരിക്കും, ഇറ്റ് ഈസ് സെയിം ആസ് IA-16. Just note it down, everyone. ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്ത ഈ കോസ്റ്റ്, അഡ്വാൻസ് പേ ചെയ്തത്, അതെല്ലാം നമ്മൾ ക്യാഷ് ആയിട്ട് ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് ആണല്ലോ. ഓക്കെ, ബട്ട് അതെല്ലാം ലയബിലിറ്റിയിൽ വരത്തില്ല. സോ അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ ലെറ്റ്സ് സേ ഇതിപ്പോ 2500 എമൗണ്ട് ആണെങ്കിൽ $400, ബാക്കി ഇപ്പൊ ഒരു ലയബിലിറ്റി ചിലപ്പോൾ 200-300 കാണും. ബാക്കി എമൗണ്ട് എന്തായിരിക്കും, ബാക്കി 100 നമ്മൾ ഓൾറെഡി ക്യാഷ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? Okay, so just note it down, guys. Can you hear me, guys? കേൾക്കുന്നുണ്ടോ? So ലീസിന്റെ ആ ഒരു ലെസ്സിയുടെ അക്കൗണ്ടിങ് പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? So let's see how to record a right of use asset and lease liability. Right of use asset എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ lease liability എങ്ങനെ കണ്ടുപിടിക്കും, അതിന്റെ സബ്സിക്വന്റ് മെഷർമെന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ FR-ലും പഠിക്കുന്നതാണ്. അപ്പൊ FR-ലെ പോലെ ഒരു ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇവിടെ വരില്ല, SBR-ൽ വരില്ല. അപ്പോൾ we'll look at the questions, the type of questions that can come up here in SBR. നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. So we'll just go through the past papers. So
So it's an specimen question. Question number 2 എന്ന് വായിച്ച മക്കളെ, exhibit number 2. We need to identify whether it's a lease or not. അപ്പോൾ നമ്മൾ ലീസിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ പഠിച്ചായിരുന്നല്ലോ. എന്താ? കംപ്ലീറ്റ്ലി എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടണം, പിന്നെന്താ, ഡയറക്ഷൻ ടു യൂസ് ഉണ്ടായിരിക്കണം, സപ്ലയർ ഒരിക്കലും ഇന്റർവൈൻ ചെയ്യാൻ പാടില്ല, സബ്സ്റ്റിറ്റ്യൂഷന്റെ ചാൻസ് കുറവായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രൈറ്റീരിയസ് പഠിച്ചില്ലേ? ആ സെയിം പാർട്ടാണ്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് എക്സിബിറ്റ് നമ്പർ 2. So are we going through the question, guys? So ഇവിടെ, while searching for some invoices, the accountant of our company found a contract with Calendar that entered in on 1st January with Dairy Company. അല്ലേ? അപ്പൊ നമ്മുടെ കമ്പനി ഏതാണ് ഇവിടെ? കലണ്ടർ ആണ്. സോ കലണ്ടർ കമ്പനി ഡയറി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് എൻട്രി ചെയ്തൊരു കോൺട്രാക്ട് കണ്ടു. The contract allows Calendar company to use a specific aircraft owned by Dairy Company for a period of 3 years, and Calendar is required to make annual payments. അപ്പൊ ആനുവലി ലീസ് പേയ്മെന്റ്സ് കൊടുക്കണം. അപ്പൊ ഒരു 3-year പീരീഡിലേക്കുള്ള ലീസ് ആണിത്. So on 1st January 2007, the cost incurred negotiating the contract. The first annual payment was made on 31st December 2007. Both of this amount have been expensed to SOPL, and there are contractual restrictions concerning whether the aircraft can fly. So aircraft fly ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സീനും ഉണ്ട്. And Calendar determines where and when the aircraft will fly, the cargo and passengers will be transported. അപ്പോ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ല, എവിടെ ഫ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒക്കെ ബേസിൽ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. പക്ഷേ സബ്ജക്ട് ടു ദോസ് റെസ്ട്രിക്ഷൻസ്, കലണ്ടർ ഡിറ്റർമൈൻസ് വെയർ ആൻഡ് വെൻ ദ എയർക്രാഫ്റ്റ് വിൽ ഫ്ലൈ ആൻഡ് കാർഗോ പാസഞ്ചേഴ്സ് വിൽ ബി ട്രാൻസ്പോർട്ട്. അപ്പോ ഈവൻ ദോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ആ കലണ്ടറിന് എന്നുള്ള റൈറ്റ് ഉണ്ട്? കലണ്ടർ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എവിടെ, എപ്പോ, അല്ലെങ്കിൽ ആരെ വെച്ച്, ഏതില് കാർഗോ, ഏതില് പാസഞ്ചേഴ്സ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആര് തന്നെയാണ്? കലണ്ടർ കമ്പനിയാണ്. അപ്പോ ചിലപ്പോൾ ഫ്ലൈയിന്റെ റെസ്ട്രിക്ഷൻ വെച്ചേക്കുന്നത് എന്തിനായിരിക്കും? അതൊരു കോഷനായിട്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രിക്വേഷണറി മെഷർ ആയിട്ട് പറഞ്ഞായിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ്ലി നമ്മുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണോ അതില് റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇന്റന്റഡ് പർപ്പസ് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Okay, so the calendar company is able to use that asset according to their purpose. അപ്പോ ആ റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഫ്ലൈയിലാണ്. അതെന്തായിരിക്കും ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്? കംപ്ലീറ്റ്ലി it depends upon their precautionary measures. അത് എല്ലായിടത്തും കാണാം. അപ്പൊ നമ്മൾ എപ്പോഴും ആ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കണം, ആ റെസ്ട്രിക്ഷന്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ ശരിക്കും ഒരു കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻ ആണോ? അല്ല. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പൊ ഈ ഒരു റെസ്ട്രിക്ഷൻ ശരിക്കും ഒരു റെസ്ട്രിക്ഷൻ അല്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ വാട്ട് ആർ ദ റെസ്ട്രിക്ഷൻസ് they have put in, that is literally just a precautionary measure. Is it clear everyone? Now the diary is permitted to substitute the aircraft. അപ്പൊ അതൊരു സീനാണ് അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. At any time during the 3-year period for alternative model, and must replace the aircraft even if it is not working. Any substitute aircraft must meet strict interior and exterior specifications outlined in the contract, and there are significant costs involved in outfitting an aircraft to meet the calendar specifications. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ അത്രത്തോളം കോസ്റ്റ് വരും. There is a significant cost incurred in substitution. അങ്ങനെയാണെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണോ ലോ ആണോ? ലോ ആണ് അല്ലെ? അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ കോസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അപ്പോഴും ആ ഒരു പോയിന്റിലൂടെ ചെക്ക് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷന്റെ പോയിന്റ് നോക്കുമ്പോൾ ഓൾവേസ് നോട്ട് ദ ഫാക്ട് ദാറ്റ് വെദർ ദ കോസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഹൈ ഓർ നോട്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഹൈ ആണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര ലോ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? കോസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഹൈ ആണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര ലോ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ ഈ ഒരു കോൺട്രാക്ടിനെ നമുക്കിപ്പം എന്ത് കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യാം? We can account it as a lease contract. Is it clear everyone? Ultimately നമുക്ക് ഇനി എന്തായിട്ടാണ് അക്കൗണ്ട് ചെയ്യാം? ഒരു ലീസ് കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട്. Because nothing really restricts us from doing our scope of the contract. അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളപ്പം IFRS 16 പ്രകാരമുള്ള ക്രൈറ്റീരിയാസ് പറയാം, ലീസിന്റെ ക്രൈറ്റീരിയാസ് പറയാം. അപ്പൊ എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റണം, ആ ഡയറക്ഷൻ ടു യൂസ് ഉണ്ടായിരിക്കണം, പിന്നെന്താ ആ അസറ്റിനെ നമുക്ക് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു അസറ്റിനെ നിങ്ങൾ സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നെന്ന് നോക്കുക, അതിന്റെ ഡയറക്ഷൻ ടു യൂസ് നിങ്ങൾക്ക് കിട്ടിയെന്നു. ഈ 3 ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ലിറ്ററലി വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് അവർ അസറ്റ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടീഷൻസ് പറയാം അല്ലേ? So first of all, we have to give the conditions. So as per IFRS 16, the lease contract ആണ് where a lessor provides an underlying asset to lessee for a fixed period of time in exchange of a consideration. ആ കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? So lessee can account for the contract or lease if it's meet the following criteria. എന്തൊക്കെയാ following criteria? If there is an underlying asset within the contract, lessee can enjoy the benefits and lessee can direct its use. Is it done, everyone? Okay ആണോ? അപ്പോ see, these answers are like minimum. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടി വരത്തില്ല, നിങ്ങളെ ഷീറ്റിലെ പോലെ തന്നെ കുറച്ചുകൂടെ കണ്ടൻസ് പറഞ്ഞു. ബട്ട് മിനിമം ഒരു ഗ്യാരണ്ടിയിൽ നിങ്ങളുടെ ഒരു രീതിയിൽ ആൻസേഴ്സ് എപ്പോഴും ഈ ഒരു ലെവലിലായിരിക്കും എഴുതാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം റിവിഷൻ ഷീറ്റിലെ ആൻസേഴ്സ് വായിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ് എഴുതാൻ പറ്റത്തില്ല. ഇത് നിങ്ങളുടെ ഒരു ലെവലിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മിനിമം മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ഇൻ യുവർ ആൻസേഴ്സ്. ഒരു 7 മാർക്സ് ആണെങ്കിലും മിനിമം ഒരു 5 എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ബട്ട് എപ്പോഴും ഞാൻ പിന്നെ ആൻസർ പറയുമ്പോൾ പറയാമല്ലോ, നിങ്ങൾ എന്ത് ചെയ്യാം? ബിഫോർ റൈറ്റിംഗ് ആൻ ആൻസർ നിങ്ങൾ പോയിന്റ് വൈസ് ആദ്യം എഴുതുക. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഡെഫിനിഷൻ ഇതാണ് എഴുതേണ്ടത്, പിന്നെ ഇന്ന പോയിന്റ്സ് വേണം ഞാനിവിടെ ക്വസ്റ്റനിൽ കവർ ചെയ്യുക എന്നുള്ള പോയിന്റ്സ് ആദ്യം തന്നെ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസറിന് മേളിൽ കൊടുക്കുക ടു ഗെറ്റ് എ പിക്ചർ. അല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എഴുതി വരുമ്പോൾ ചില കാര്യങ്ങൾ എന്താവും? നമ്മൾ മിസ് ഔട്ട് ആവും. അപ്പൊ എന്നിട്ട് ആ പോയിന്റ്സിന് ഡെഫിനേഷൻ എഴുതുന്നതിന് ഇത്ര മാർക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കി ആപ്ലിക്കേഷൻസിനകത്ത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ ഓരോന്നിനും ഓരോ മാർക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഒരു 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ കിറ്റുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം മാർക്ക് അലൊക്കേഷൻ എങ്ങനെയാണെന്ന്. സോ യു ക്യാൻ ഈസിലി ജഡ്ജ് ഇറ്റ്. അപ്പൊ എക്സാമിന് വരുന്ന സമയത്ത് മാർക്ക് അലൊക്കേഷൻ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അപ്പൊ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോ ഇഫ് യു ആർ ട്രൈങ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 50% ഓഫ് എവറി റിക്വയർമെന്റ്, ഓട്ടോമാറ്റിക്കലി അത് 50 ആയിക്കോളും. മനസ്സിലായി? ഇറ്റ്സ് ലൈക്ക് എ കളക്റ്റീവ് എഫേർട്ട്. അല്ലാതെ ഒരു ക്വസ്റ്റിന് ഏറ്റവും കൂടുതൽ നല്ല സ്കോർ ചെയ്യുമ്പോഴല്ല 50 കിട്ടുന്നത് അല്ലേ? അപ്പോൾ 7 മാർക്സിന് അതിലൊരു 5 സ്കോർ ചെയ്യുന്നത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ദെൻ അങ്ങനെയാണ് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്നത്.
സോ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തേ പോവാം. ഭയങ്കര കൂളായിട്ട് ഫുള്ളും കിട്ടുമെന്നല്ല, കൺക്ലൂഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നല്ല. 7ൽ എനിക്കൊരു 4 to 5 എങ്കിലും ഞാൻ ഇവിടെ സ്കോർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ദെൻ ഐ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? സോ ആ സ്ട്രാറ്റജി ആയിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കണ്ടേ. ഒബ്വിയസ്ലി ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാണും, ഒരു 25 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അതിന്റെയും ഫുള്ള് ചലഞ്ചിങ് ഒന്നും ആയിരിക്കത്തില്ല. അതിന്റെ നോളജ് പാർട്ടെങ്കിലും നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോളജ് എത്രത്തോളം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ അയ്യോ ബാക്കിയെല്ലാം പോയി ഞാൻ പഠിച്ചതായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കും ഭയങ്കര ടഫായിട്ട് ചോദിക്കുന്നത്. അതൊന്നും ബാഡ് അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നോളജബിൾ ഉള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ലിറ്ററലി വിഷമം വരും, നമ്മൾ അത്രയും പഠിച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് കൊണ്ട് തരുന്നത്. മനസ്സിലായോ? അപ്പൊ ആ പ്രിഫറൻസ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്തു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും വി ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ് എന്ന് പറയുന്ന റീസൺ എന്താ? ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്സ് ഈസിലി സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുക. ഹയർ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കും. ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എപ്പോഴും ഹയർ ലെവലുള്ള സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും എല്ലാം ഞാൻ പഠിപ്പിക്കാം, അത് നമ്മൾ പഠിക്കുകയും വേണം. പക്ഷെ ഇതിന് അതിൻ്റെതായിട്ട് ടഫ്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചലഞ്ചിങ് ആയിരിക്കും എന്ത് മാർക്സ് സ്കോർ ചെയ്യാൻ. അവിടെയാണ് നമ്മൾ ഈസി സ്റ്റാൻഡേർഡ്സ് പഠിക്കേണ്ടത്. ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, IAS 24 അല്ലെങ്കിൽ IFRS 8, IAS 34, അങ്ങനത്തെ ചെറിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, IAS 33, അങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ്. അല്ലെങ്കിൽ ജനറലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അനാലിസിസ്, കറണ്ട് ഇഷ്യൂസ്. അങ്ങനത്തെ ഏരിയാസ് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം അവിടെ നിങ്ങൾ 2 hours if you spend for that chapter, definitely you can score better. On the other hand, ചിലപ്പോൾ നിങ്ങൾ 2 ദിവസം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചാലും I cannot guarantee that you will get full marks from what you have learned. മനസ്സിലായോ? കാരണം അവിടെ ആ ഡിഫിക്കൽനെസ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. സർ ഹലോ. സർ ഈ ഒരു ക്വസ്റ്റിന്റെ അകത്ത് ഈ കോസ്റ്റ് ഓഫ് നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, ആ. അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യത്തില്ലല്ലോ എന്താ? അസറ്റിന്റെ വാല്യൂയിലേക്ക്. ഈ ഇത് ഈ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടില്ല, ബട്ട് ഞാനൊരു ജനറൽ ആയിട്ട് ചോദിക്കും. അപ്പം കോസ്റ്റ് ഓഫ് നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് നമ്മൾ എടുക്കത്തില്ലല്ലോ ROE അസറ്റിന്റെ അകത്ത്. ശരിക്കും ലൈക്ക് നമ്മൾ വൺസ് എപ്പോഴും ഈ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത്, അതിപ്പോ റവന്യൂന്റെ കേസിലാണെങ്കിലും നമുക്ക് ആ വാട്ട് എവർ ദ കോസ്റ്റ് ദാറ്റ് യു ഹാവ് ഇൻകേർഡ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ കോൺട്രാക്ട്, ആ കോൺട്രാക്ട് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അത് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നീ കൊടുക്കുന്ന പ്രൊഫഷണൽ ഫീസ്, ലീഗൽ ഫീസ്, കമ്മീഷൻസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ, ആ കോൺട്രാക്ട് കിട്ടുന്നതിന് മുമ്പ് അത് ബിഡ് ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് വരുന്ന കോസ്റ്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ക്യാപിറ്റലൈസ് ചെയ്യത്തില്ല. ചിലപ്പോൾ ആ കോൺട്രാക്ട് പിടിക്കാൻ ഒരു ടെൻഡർ ഉണ്ടായിരുന്നു, അപ്പൊ ആ ടെൻഡറിന് വേണ്ടി നീ ആദ്യം ഒന്ന് രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്തു. ആ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ടെൻഡർ വിൻ ചെയ്തിട്ട് അതിന് ശേഷമായിരിക്കും നിനക്ക് ആ ലീസ് കോൺട്രാക്ട് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ whenever you are focusing on that cost, make sure that അത് ഇത്രയോട് ക്ലിയർ ഡെഫിനിഷൻ നമുക്ക് കിട്ടണം. മനസ്സിലായോ? ലൈക്ക് is that negotiation maybe happened on ലൈക്ക് കോൺട്രാക്ട് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണോ അതിന് മുമ്പാണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ വിന്നിങ് ദാറ്റ് കോൺട്രാക്ട്, പിന്നെ എന്തെങ്കിലും നെഗോസിയേഷൻസിന്റെ ഭാഗമായിട്ട് വന്ന കോസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി ക്യാപിറ്റലൈസ് ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ഡയറക്റ്റ് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഒബ്റ്റെയിനിങ് ദ കോൺട്രാക്ട്. അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഇടാൻ പറ്റും, നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ സർ. ക്ലിയർ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? We will do another question. So look at the scenario number B.
Our general question, like what we have discussed at the beginning of the standard, and then okay. So what are the requirements here? So when you're looking at this question, first one, discuss the key changes to the FS which investors will see when companies applying the lessee accounting requirements in IFRS 16. എന്തൊക്കെയായിരിക്കും key changes വരുന്നത്? ഒന്ന് അവരുടെ ഓവറോൾ അസറ്റ് ബാലൻസിന്റെ ഒരു വ്യത്യാസം വരും അല്ലെ. The company which follows operating lease, our asset base ഭയങ്കര കുറവായിരിക്കും. On the other hand, company which follows IFRS 16, our asset base കൂടുതലായിരിക്കും അല്ലെ. അപ്പോ ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ലയബിലിറ്റി ഇമ്പാക്ട് നോക്കുവാണെങ്കിൽ ഡെറ്റ് റേഷ്യോസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഡെറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. എവിടെ ഡെറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും when it comes to IFRS 16 compared to IAS 17. പിന്നെന്താ എക്സ്പെൻസ് നോക്കുന്ന സമയത്തോ ഇവിടെ രണ്ട് എക്സ്പെൻസ് വരുന്നുണ്ട് IFRS 16. റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് വരുന്നുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. മറ്റേടത്ത് ആകെ എന്ത് മാത്രമേ വരുന്നുള്ളായിരുന്നു? റെന്റ് മാത്രം. മനസ്സിലായോ? ബട്ട് അഗെയിൻ മേ ബി റെന്റിന് അത്രയും ഇത് വരുമോ എന്ന് അറിയത്തില്ല, ബട്ട് പ്രൊപ്പോർഷണലി സംഭവങ്ങൾ രണ്ടിടത്തും ഇമ്പാക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും ആ ചേഞ്ചസ് എന്താന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കുക. എന്താണ് ദെൻ ദ ഇൻട്രസ്റ്റ് കവർ പാർട്ട്. ഇൻട്രസ്റ്റ് കവർ എത്രത്തോളം ഉണ്ടെന്ന് പറയാം, എത്രത്തോളം റേഷ്യോസ്, ഓരോ റേഷ്യോസിനെ സ്പെസിഫിക് ചെയ്ത് പറയാം. ഏതൊക്കെയാണ്? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അവിടെ അതിനുള്ള ഇമ്പാക്ട് എന്തായിരിക്കും? പിന്നെ earnings before interest and tax to capital employed, that is ROCE, and debt to earnings before interest, tax, depreciation and amortization. അപ്പൊ ഇത്രയും റേഷ്യോസിൽ നമ്മുടെ ഈ ചേഞ്ചസിന് ഇമ്പാക്ട് എന്താന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Is it clear everyone? അപ്പൊ ഇത് ഭയങ്കര ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഒബ്വിയസ്ലി പാസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ പാർട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ആ ചേഞ്ചിന്റെ ആ ഒരു സെനാരിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ജസ്റ്റ് ഒരു റഫ് പിക്ചർ അല്ല, അതിന്റെ കംപ്ലീറ്റ് ഇമ്പാക്ട് ഓൺ ദ റേഷ്യോസ് ആൻഡ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. കാരണം ഇത് പാസ് പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്, സാമ്പിൾ പേപ്പറിനകത്ത് തന്ന പോലെ തന്നെ റിയൽ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ഐ ഹാവ് സീൻ ലൈക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ സാമ്പിളാണ് നിങ്ങൾ കാണുന്നതെങ്കിലും റിയൽ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ പാർട്ട്. ഇത് കംപ്ലീറ്റ്ലി നോളജ് പാർട്ടാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈക്ക് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ടൊന്നും എഴുതണ്ട, ഡയറക്ട്ലി എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് അത് തന്നെ നമ്മൾ എഴുതിയാൽ മതി. സോ എന്തൊക്കെ നമ്മൾ ഇതിനകത്ത് മെയിൻലി എഴുതണമെന്ന് നോക്കിയേ, ആ മെയിൻ പോയിന്റ്സ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഓർക്കുക. അപ്പം മെയിലിൽ 6 marks ആണ് ഫോർ ദ ചേഞ്ചസ് ഡിസ്കഷൻ, another 6 marks for the ratio calculations and explanation. അപ്പോ ഡിസ്കഷൻ നമ്മൾ ആദ്യം എന്താ പറയേണ്ടത്? ഡിസ്കഷൻ ഓഫ് IFRS 16 റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IFRS 16 പ്രകാരം ഒരു ലീസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സും കാര്യങ്ങളും പറയാം. ദെൻ അതിന്റെ ഇൻവെസ്റ്റേഴ്സിന് വരുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. നൗ ഡിസ്ക്രിപ്ഷൻ ഓഫ് IFRS ഇമ്പാക്ട് ഓൺ അക്കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ പറയണം? ഇൻട്രസ്റ്റ് കവറിലുള്ള ഇമ്പാക്ട്. ഇൻട്രസ്റ്റ് കവർ ഇപ്പൊ നമുക്കറിയാം, ലീസ് ലയബിലിറ്റി വരുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടും.
പക്ഷെ ഇതെവിടെ വരുന്നില്ലായിരുന്നു, IAS 17 വരുന്നില്ലായിരുന്നു. ദെൻ ROCയിലുള്ള ഇമ്പാക്ട്, അതേപോലെ തന്നെ ഡെറ്റ് ടു റീറ്റെയിലുള്ള ഇമ്പാക്ട്. ഓക്കെ, സോ അതിന്റെ ആൻസർ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് അവര് ഒരു സിംഗിൾ ലീസ് അക്കൗണ്ടിങ് മോഡലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വി ആർ ഫോളോയിങ് എ സിംഗിൾ ലീസ് അക്കൗണ്ടിങ് മോഡൽ. അല്ലാതെ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഇല്ല. സോ അപ്പോൺ ലീസ് കമൻസ്മെന്റ് ദി ലെസ്സി റെക്കഗ്നൈസസ് എ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് ആൻഡ് ലീസ് ലയബിലിറ്റി. ആഫ്റ്റർ ലീസ് കമൻസ്മെന്റ് അവിടെ എന്ത് വരും? റൈറ്റ് ഓഫ് യൂസിന് നമ്മളൊരു കോസ്റ്റ് മോഡൽ ആയിരിക്കും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് ഇമ്പയർമെന്റ്. Lease liability initially measured at the present value payable over the lease term, discounted at the rate implicit in the lease. And lease liabilities include only economically unavoidable things. അപ്പോൾ ആ ലീസിന്റെ ട്രീറ്റ്മെന്റ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണോ അവര്? ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, കമ്പയർഡ് ടു ഡിഫറെന്റ്, കാരണം ഇൻവെസ്റ്റേഴ്സ് പല കമ്പനിയിലും പല ടൈപ്പ് ഓഫ് സെക്ടേഴ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. So as a result, companies with previous material off-balance sheet leases will report higher assets and liabilities, and the standard will reduce the complexity in financial statement as it allows companies to be made, allow comparison to be made between those companies who lease assets and those who borrow to buy assets. അപ്പോൾ നമ്മള് ഈ പറയുന്ന കമ്പനീസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സെക്ടറിലുള്ള കമ്പനീസ് ചിലപ്പോൾ പൈസ കൂടുതലുള്ള കമ്പനി ചിലപ്പോൾ അസറ്റ്സ് വാങ്ങാം. പൈസ കുറവുള്ള കമ്പനി ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ അസറ്റ്സ് എന്തിനാ എടുക്കുന്നത്? ലീസിന് എടുക്കുന്നത്. അപ്പോൾ ഈ സെക്ടർ, ഒരേ സെക്ടറിലുള്ള കമ്പനീസ് ചിലപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴും അത് ചിലപ്പോൾ അതിന്റെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം? കമ്പാരിസണെയൊക്കെ ഭയങ്കരമായിട്ടും അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ അത് ഭയങ്കര കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ അസറ്റ് ബൈ ചെയ്യുകയാണെങ്കിൽ അവിടെ അസറ്റേ വരുന്നുള്ളൂ, അവിടെ എന്ത് വരുന്നില്ല? ലയബിലിറ്റി വരുന്നില്ല. പക്ഷെ ലീസിന് എടുക്കുന്ന ഒരു കമ്പനിക്കോ അവിടെ അസറ്റ് എന്ന് പറയുന്നതിന്റെ കൂടെ എന്തും വരുന്നുണ്ടല്ലോ, ലയബിലിറ്റി ഇമ്പാക്റ്റും വരുന്നു. മനസ്സിലായോ? സോ അതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അനാലിസിസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ കവറപ്പ് ചെയ്യാം? So investor will no longer have to estimate assets and liability resulting from off-balance sheet leases when calculating ratios, as there should be very fewer off-balance sheet leases. ഇവിടെ അങ്ങനത്തെ ലീസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. Because IFRS 16 will result in more information about lease both on SOFP in notes and will provide more reflection on economics of lease. അപ്പൊ അതിന്റെ ഡിസ്ക്ലോഷർ നോട്ട്സും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലോട്ടൊക്കെ വരുന്ന സമയത്ത് will have a better picture. The carrying amount of lease assets will typically reduce more quickly than the carrying amount of lease liability. അല്ലെ? കാരണം ലീസ് ലയബിലിറ്റിയുടെ ക്യാരിങ് എമൗണ്ട് കുറയുന്നത് അക്കോർഡിംഗ് ടു ദ ലീസ് പേയ്മെന്റ് ആണ്. മറ്റേത് ഡിപ്രീസിയേഷൻ ഇടുവാണ് നമ്മൾ. അപ്പോ there is a difference. അസറ്റിന്റെ ക്യാരിങ് വാല്യൂ പെട്ടെന്ന് കുറയും, ലയബിലിറ്റി എത്രത്തോളം പെട്ടെന്ന് കുറയത്തില്ല. സോ ഒബ്വിയസ്ലി ലയബിലിറ്റി will have an upper hand over assets. So this will result in reduction in the reporting equity for companies with previous material of balance sheet dates. So IFRS 16 requires lessee to disclose lease liabilities separately from other liabilities as a separate line item or together with some similar liabilities in a manner which is relevant for the understanding of our lessee's financial position. അപ്പൊ അതുകൊണ്ടാണ് ഈ ലീസിന്റെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലീസ് ലയബിലിറ്റി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. എന്താ, കറണ്ട് നോൺ കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ എത്രത്തോളം ബെറ്റർ ആണോ നമ്മുടെ ഡിസ്ക്ലോഷേഴ്സ്, അത്രത്തോളം നല്ല രീതിയിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആർക്ക് കിട്ടും? യൂസേഴ്സിന് കിട്ടും. സോ ഇതാണ് യൂസേഴ്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നൗ അബൌട്ട് ഈച്ച് ആൻഡ് എവറി റേഷ്യോസ്. ഓരോ റേഷ്യോസിലുള്ള ഇമ്പാക്ട് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് കവർ കൂടുവോ കുറയോ? ലീസിന്റെ ഇൻട്രസ്റ്റ് കവർ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൂടും. പക്ഷെ വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ദ ഏർണിങ്സ്?
മേ ബി അപ്പം ഡിപ്പെൻസ് ഓൺ ദ പോർട്ട്ഫോളിയോ അഗെയിൻ. നമ്മൾ എത്രത്തോളം പെർസെന്റേജ് ഓഫ് അസറ്റ്സ് ആണ് നമ്മൾ ലീസിന് എടുക്കുന്നത്, എത്ര പെർസെന്റേജ് അസറ്റ് ആണ് ബൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Then return on capital employed, the ROC will be lower under IFRS 16. കാരണം എന്താ? റിട്ടേൺ കുറവാണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് അതനുസരിച്ച് കൂടുന്നുണ്ട് അല്ലെ? Then what about debt to EBITDA? എന്താ EBITD എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റും ടാക്സും കൂടാതെ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ബിക്കോസ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് അല്ലെ? അപ്പോ അതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്തിട്ട് ഇതിന് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് അതെന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. Is it clear? So ratio of debt to EBITDA is likely to be higher because debt is increasing by more than the earnings. Debt കൂടിയില്ലേ, liability കൂടിയല്ലോ, അപ്പൊ numerator കൂടും. So debt will increase because of the fact that lease liability will be recognized in SOFP. So for companies which have a material off balance sheets, IFRS 16 is expected to have a higher profit before interest because a company presents implicit interest in the lease payment. Okay ആണല്ലോ? സോ എന്താണ് റേഷ്യോസിലുള്ള ഇമ്പാക്ട്? സോ കംപ്ലീറ്റ്ലി ഒരു നോളജ് പാർട്ടാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ കംപ്ലീറ്റ്ലി നോളജ് പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഓൾമോസ്റ്റ് 12 മാർക്സിന്റെ ഒരു കണ്ടന്റ് ഉണ്ട്. അതിൽ നിന്ന് എന്തായാലും ഒരു 6 മാർക്സിനൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റിൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ് ചേഞ്ച്. അത് റെലവന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും, ഇപ്പോഴത്തെ സെനാരിയോയിൽ ഇറ്റ്സ് എ റെലവന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ IFRS 16 നമ്മൾ കൂടുതലും എന്ത് ടേംസിലല്ല പഠിക്കണ്ടേ? ഒരു കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവിൽ പഠിച്ചു പോകാൻ പാടില്ല കേട്ടോ. കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ FR-ലാണ്. അപ്പൊ ഇവിടെ കൂടുതലും ആ ചേഞ്ച് വരാനുള്ള റീസൺ, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു ലീസ് പേയ്മെന്റിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ലീസ് ലയബിലിറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും, ആ നോളജ് പാർട്ടാണ് നമ്മൾ കൂടുതൽ ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ ഒരു IAS 17 IFRS 16 ഡിഫറൻസ് മേ ബി യു മേ ഫീൽ ലൈക്ക് എന്തിനാണ് ഈ പഴയ സ്റ്റാൻഡിനെ പറ്റിയൊക്കെ പഠിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതൊരു റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അക്കൗണ്ടിങ് ടേംസിൽ കമ്പാരിസൺ അല്ലെങ്കിൽ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഇറ്റ്സ് എ വെരി റെലവെന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. Then we discussed about the accounting treatment. So ഈ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? Is it clear everyone? അപ്പൊ ഇനിഷ്യൽ മെഷർമെന്റും സബ്സിക്വന്റ് മെഷർമെന്റും എല്ലാം ക്ലിയർ ആണോ? സോ ആൻസർ ക്ലിയർ ആണോ മക്കളെ? കംപ്ലീറ്റ്ലി ഒരു ഡിസ്കഷൻ ടോപ്പിക് ആണത്. ഇറ്റ്സ് നത്തിങ് മോർ. കാൽക്കുലേഷൻ ഒന്നും ഇല്ലായിരുന്നു. സോ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിന് വന്ന് റീഅസസിങ് ലീസ് ലയബിലിറ്റി ആണ്. അത് നോട്ട് ചെയ്തോ, റീഅസസിങ് ലീസ് ലയബിലിറ്റി. സോ റീഅസസിങ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് FR-ൽ ഇല്ലായിരുന്നു. അത് SBR പെർസ്പെക്റ്റീവിലുള്ള ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ലീസ് ലയബിലിറ്റി നമ്മുടെ ഒരു എക്സ്പെക്ടഡ് ഫ്യൂച്ചർ പേയ്മെന്റ്സിന്റെ ബേസിലായിരിക്കും. ഓക്കെ, നമ്മൾ ഇനിഷ്യലി എക്സ്പെക്ട് ചെയ്ത ഫ്യൂച്ചർ പേയ്മെന്റ്സിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ദ ഇനിഷ്യൽ മെഷർമെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി നടന്നിട്ടുണ്ടാവുക. ബട്ട് ഇൻ റിയാലിറ്റി ഈ പറയുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൽ എന്ത് വരാം? ഒരു ചേഞ്ച് വരാം. എന്താണ് വരുന്ന ചേഞ്ച്? ബേബി ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ചേഞ്ചസ് ഒക്കെ കാരണം നമ്മുടെ ലീസ് പേയ്മെന്റ്സ് ചിലപ്പോൾ മാറാം. ഇപ്പൊ ആദ്യം അവർ നമ്മളോട് പറഞ്ഞു 100,000 ആണ് നിങ്ങളുടെ ലീസ് പേയ്മെന്റ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ലെറ്റ്സ് സേ നിങ്ങളുടെ ലീസ് പീരീഡ് ഇപ്പോൾ ഒരു 3 years ആണെങ്കിൽ അപ്പൊ എന്റെ ലീസ് പേയ്മെന്റ്സ് എത്ര ഉള്ളായിരുന്നു? 100,000 ഉള്ളായിരുന്നു അല്ലെ? എല്ലാ വർഷത്തിന്റെ ഇയർ എൻഡ് 100,000 പേ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. ഓക്കെ ആണോ? ബട്ട് നൗ ലെറ്റ്സ് സേ ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 10%. അതിന്റെ പ്രസന്റ് വാല്യൂ എത്ര വരും? How much will be the present value? Year 1, 2, 3 3 വർഷം നമ്മൾ എത്ര വെച്ച് കൊടുക്കണം? 100,000 വെച്ച് കൊടുക്കണം.
സോ അതിന്റെ പ്രസന്റ് വാല്യൂ ഞാനിപ്പോ റഫ്ലി നോക്കുവാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 248,685. അപ്പൊ ഇതാണ് എന്റെ എന്ത് ഇനിഷ്യൽ ലയബിലിറ്റി അല്ലെ? അപ്പൊ ഇയർ 1 ഞാൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നേ ബുക്സിൽ? ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി പ്ലസ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെറ്റ്സ് 10% എന്ന് വെച്ചോ, മൈനസ് ആ എമൗണ്ട് ക്ലോസിംഗ് എത്ര വരും? 173,553 അല്ലെ? So this is what I will get after ഫസ്റ്റ് ഇയറിന്റെ ഇയർ എൻഡിൽ ഇപ്പോഴത്തെ എന്റെ വാല്യൂ ഇതാണ്. അപ്പൊ എന്റെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യേണ്ടത് 173,553 പക്ഷെ അപ്പോ എന്നോട് പറഞ്ഞു ഇനിയും തൊട്ട് അങ്ങോട്ട് ലീസ് പേയ്മെന്റ് കൂടും, മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ വന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൺ ആൻ ആവറേജ് മൊത്തത്തിൽ വരുന്ന ഒരു ഗ്രോത്ത്. അപ്പോൾ അത് കാരണം ഇനി അങ്ങോട്ടുള്ള പേയ്മെന്റ്സിലെല്ലാം 10% എക്സ്ട്രാ പേ ചെയ്യണം, അല്ലെങ്കിൽ 20% എക്സ്ട്രാ പേ ചെയ്യണം എന്ന് പറഞ്ഞു. സോ വാട്ട് വിൽ ഹാപ്പൻ ദെയർ? എന്റെ എക്സ്പെക്ടേഷൻ പ്രകാരം എന്റെ മിനിമം ഇനിയുള്ള ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 173,553 ഉള്ളൂ. പക്ഷെ ഇനി നമുക്ക് 2 പേയ്മെന്റ്സ് ആണ് ബാക്കിയുള്ളത് അല്ലെ? സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ എനിക്ക് 2 പേയ്മെന്റ് ബാക്കിയുണ്ട്. എന്റെ ആദ്യത്തെ എക്സ്പെക്ടേഷൻ 100,000 എന്നുള്ളതായിരുന്നു, പക്ഷെ അതിപ്പോ മാറി. എത്ര? 20% കൂടി. So can you say that right now my lease liability is 173,553? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ലീസ് ലയബിലിറ്റി റീമെഷർ ചെയ്യണം. എങ്ങനെ റീമെഷർ ചെയ്യും? ആ പുതിയ പ്രസന്റ് വാല്യൂ വെച്ചിട്ട്. അപ്പോ നോക്കി എത്ര വരുന്നേ? എത്ര ഉണ്ട്? If I am remeasuring my lease liability reassess ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ടോ മക്കളെ? 173,553 ആയിരുന്നു എന്റെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ്. ഏത് പ്രകാരം? 100,000 പ്രകാരം. ഇപ്പൊ 100,000 എത്രയായി? 120,000 ആയി. സോ when I am remeasuring it എത്ര വരുന്നേ? 208, 264 വരുന്നു. റീമെഷർ ചെയ്യും. ആദ്യത്തേത് ഏതായാലും കഴിഞ്ഞു, പേയ്മെന്റ് കഴിഞ്ഞു. അപ്പോ ഒരു മിക്കവാറും ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ 120 ആയിട്ടുള്ള 2 വർഷത്തെ ടൈം ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ പ്രസന്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ഇക്വേഷൻ ഉണ്ട്. എന്താ ഓർക്കുന്നില്ലേ? FM-ലൊക്കെ നമ്മൾ പഠിക്കുന്നത് that is equal to NPV ഡിസ്കൗണ്ട് ഫാക്ടർ കോമ സെലക്ട് ദ ക്യാഷ് ഫ്ലോസ് ഫ്രം ഇയർ 1 to 8. ആ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ എല്ലാവരും? അത് നമ്മൾ FM-ലൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സൽ വർക്ക്ഔട്ട് ആവുകയും ചെയ്യും നമ്മുടെ എക്സാമിൽ. അത് വെച്ചിട്ട് ലയബിലിറ്റി കണ്ടുപിടിക്കും. So here I can say that there is an increase in liability. So what's the increase? Increase in liability എത്ര വന്നേ അപ്പോ? How much is the increase, guys? The liability got increased by 3,470. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എവിടൊക്കെ വരും? നിങ്ങളുടെ RTU-ലും വരും, നമ്മുടെ ലീസ് ലയബിലിറ്റിയിലും വരും. It will happen on both RTU and lease liability. ഓക്കെ ആണോ? സോ അതാണ് റീഅസസ്മെന്റിന്റെ ഒരു ഭാഗം. അപ്പൊ റീഅസസ്മെന്റ് വരുന്ന എപ്പോഴും മോസ്റ്റ്ലി എവിടെ ആയിരിക്കും? This reassessment will mainly happen when there is change in the inflation or market index ഒക്കെ മാറിയത് കാരണം നമ്മുടെ ഫ്യൂച്ചർ ലീസ് പേയ്മെന്റിൽ ഒരു ചേഞ്ച് വരുന്നു. ആ സിറ്റുവേഷനിലായിരിക്കും മോസ്റ്റ്ലി എന്ത് വരുന്നുണ്ടാവുക? ലീസ് ലയബിലിറ്റിയിൽ ഒരു റീഅസസ്മെന്റ് വരുന്നുണ്ടാവുക. Is that clear everyone? When we need to reassess the lease liability എന്നുള്ളത് ക്ലിയർ ആണോ? ഈ എക്സാമ്പിൾ മനസ്സിലായ മക്കളെ? All of you is clear?
സർ യെസ്. സർ, ഈ പേർച്ചേസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം എന്തിനു വേണ്ടി ഈ ലീസ് ലയബിലിറ്റി റീഅസസ് ചെയ്യുന്നത്? പർച്ചേസ് ഓപ്ഷൻ വരുന്ന സമയത്തും റീഅസസ് ചെയ്യാം. കാരണം അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും SBR ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പർച്ചേസ് ഓപ്ഷൻ വരുമ്പോൾ റീഅസസ് ചെയ്യാറുണ്ട്. കാരണം ഇനിഷ്യലി ചിലപ്പം ഫസ്റ്റ് ഇയറിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ഓപ്ഷൻ ഞാൻ എടുക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഷുവർ അല്ലായിരിക്കും. മനസ്സിലായോ? ഇനിഷ്യൽ മെഷർമെന്റിൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരിക്കും ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ. മേ ബി 1 ഇയറിന് ശേഷമായിരിക്കും ഞാൻ ഡിസിഷനിലേക്ക് എത്തിയത്. എന്ത് ചെയ്യാം, ഓക്കെ ലെറ്റ്സ് പർച്ചേസ് ഇറ്റ്. മനസ്സിലായോ? അപ്പോ ലീസ് നടന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് എന്ത്, തേർഡ് ഇയറിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം. അപ്പൊ പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗീവ് ആൻ എക്സ്ട്രാ എമൗണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലീസ് ലയബിലിറ്റിയിൽ എന്തും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത്. ആ ലീസ് ലയബിലിറ്റിയിൽ നമ്മൾ പർച്ചേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പർച്ചേസ് ഓപ്ഷനും ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് പഠിച്ചതാണ്. ബട്ട് ദാറ്റ് എസ്റ്റിമേറ്റ് വാസ് നോട്ട് ദെയർ അറ്റ് ദ ഇനിഷ്യൽ റെക്കഗ്നേഷൻ. അപ്പൊ ഇനിഷ്യലി നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇനിഷ്യലി ആ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് അഡീഷണലി കയറി വന്നതാണ്. സോ ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ലീസ് ലയബിലിറ്റി. ഓക്കെ, ഒന്ന് ഈ മാർക്കറ്റ് പറഞ്ഞോ സാർ. അപ്പൊ ഈ ചേഞ്ച് നമ്മൾ എപ്പം ഇത് എക്സ്പെക്ട് ചെയ്യുന്നു അന്നേരം തൊട്ട് ഈ ചേഞ്ച് വാല്യൂ കാണുന്നു. അപ്പൊ ഇതെല്ലാം നമ്മുടെ എക്സ്പെക്ടഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ്. ആ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ എക്സ്പെക്ടേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ഡു ദ റീഅസസ്മെന്റ്. ഓക്കെ സർ. മനസ്സിലായോ? അത് ചിലപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കാം, 2 ഇയർ കഴിഞ്ഞിട്ടായിരിക്കാം. സോ വെൻ യു ഫീൽ ലൈക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഒരു അഡീഷണൽ പേയ്മെന്റ് കൂടെ കൊടുക്കേണ്ടി വരുവാണ്, അത് നിനക്ക് പ്രോബബിൾ ആയി, ഇറ്റ് ബിക്കം മോർ അഷ്വേർഡ് ദാറ്റ് ഇത് പേ ചെയ്തേ പറ്റൂ, then I have to reassess it. അത് അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് യു ആർ അണ്ടർസ്റ്റേറ്റിംഗ് യുവർ ലയബിലിറ്റി പോലെ ആവത്തില്ലേ? ഓക്കെ സർ. അപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ തേർഡ് ഇയറിൽ ഞാൻ ഇത് വാങ്ങാൻ ഡിസൈഡ് ചെയ്തു എന്ന് വെച്ചോ, ഒരു 50,000 ഞാൻ ഇത് വാങ്ങാനും കൂടെ ഡിസൈഡ് ചെയ്തു. അപ്പൊ എന്ത് വരും, ഈ 120യുടെ കൂടെ ചിലപ്പം ഞാൻ ഒരു 50,000 കൂടി ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? എന്തുകൊണ്ടാ? ബിക്കോസ് പർച്ചേസ് ഓപ്ഷനൂടെ ഞാൻ കൊണ്ടുവന്നു. മനസ്സിലായോ? അതെനിക്ക് 1 ഇയർ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇൻക്രീസ് വന്നു, ഇവിടെ ലയബിലിറ്റി ഇൻക്രീസ്ഡ് അഗെയിൻ. അണ്ടർസ്റ്റുഡ്? The assessment of lease liability will happen mainly in 2 situations. ഏതൊക്കെയാണ് മക്കളെ? മാർക്കറ്റ് റിലേറ്റഡ് ചേഞ്ചസ് വരാം, അല്ലെങ്കിലോ ഇറ്റ് ക്യാൻ കം ബിക്കോസ് ഓഫ് അവർ റെസൽ വാല്യൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പർച്ചേസ് ഓപ്ഷൻസ്. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അഡീഷണലി ആണ്. ഇനിഷ്യലി നമുക്ക് അത് അങ്ങനത്തെ സ്കോപ്പ് ഓഫ് ഒന്നും പറഞ്ഞില്ല. അഡീഷണലി വി ഹാവ് പ്രോമിസ്ഡ് ദിസ് തിങ്സ് എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റീകാൽക്കുലേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ നോക്കി ഏതൊക്കെ ടേംസിലാണ് നമ്മൾ ലീസ് ലയബിലിറ്റി റീകാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ലീസ് ടേംസിൽ ചേഞ്ച് വരുവാണെങ്കിലോ, അല്ലെങ്കിൽ എൻറ്റിറ്റീസ് അസസ്മെന്റ് ഓഫ് ഓപ്ഷൻ ടു പർച്ചേസ് ദ അണ്ടർലൈങ് അസെറ്റ് ചേഞ്ചസ്. ചിലപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറാം. നമ്മൾ ഇനിഷ്യലി യൂസ് ചെയ്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല പിന്നെ യൂസ് ചെയ്യേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും ചിലപ്പോൾ എന്ത് വരാം, ഒരു ചേഞ്ചസ് വരാം. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഹാവ് ടു റീഅസസ് ദ ലീസ് ലയബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ കംപ്ലീറ്റ് പോയിന്റ്. ബിക്കോസ് നമ്മൾ FRൽ കണ്ട പോലെ അല്ല, FRൽ ഇങ്ങനത്തെ സിറ്റുവേഷനേ ഇല്ലായിരുന്നു. അപ്പൊ അഡീഷണലി SBRൽ വരുന്ന ടോപ്പിക്കാണ് റീഅസസിങ് ലീസ് ലയബിലിറ്റി. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അത് വലിയ പാടുള്ള ഒന്നും അല്ല, ഇറ്റ്സ് വെരി ഈസി ലോജിക്. അപ്പോൾ അതൊന്ന് റീഅസസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക്. അപ്പൊ കാൽക്കുലേഷൻ പാർട്ടും അതിന്റെ നോളജ് പാർട്ടും ക്ലിയർ ആണോ എല്ലാവർക്കും? Okay, so we discussed about change in lease, then lease accounting. അത് basically lessee accounting നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? We have to focus on lesser. Lesser accounting നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്ന് നോക്കണം. Before moving to that, ഞാൻ പറഞ്ഞു ഡിസ്ക്ലോഷേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. So what are the disclosures needed എന്നുള്ളത് നോട്ട് ചെയ്തേ. IFRS 16 ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ്? ലെസീന്റെ ബുക്കിൽ വരുന്ന ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാ? ഡിപ്രീസിയേഷൻ, റൈറ്റ് ടു യൂസ് അസെറ്റ് നിങ്ങൾ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ. പിന്നെന്താ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഓൺ ലീസ് ലയബിലിറ്റി. പിന്നെ എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ഷോർട്ട് ടേം ലീസ് ആൻഡ് ലോ വാല്യൂ ലീസ്. എന്താണ് ഈ ഷോർട്ട് ടേം ലീസ് അല്ലെങ്കിൽ ലോ വാല്യൂ ലീസ് എന്ന് പറയുന്നത്?
ഇത് രണ്ട് assumption ആണ്. നോർമൽ ലീസിൽ നിന്നുള്ള രണ്ട് assumption ആണ് എന്തൊക്കെ? ഷോർട്ട് ടേം ലീസും ലോ വാല്യൂ ലീസും. എന്താണ് ഷോർട്ട് ടേം ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോർട്ട് ടേം ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the lease period is less than or equal to 12 months. അപ്പോ അത് വളരെ കുറഞ്ഞ പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ലീസിന്റെ ടൈം പീരീഡ് ഉള്ളൂ. ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് IFRS 16 പ്രകാരം അല്ല, ബിക്കോസ് വി ആർ ഫോളോയിങ് എ മോർ സിംപ്ലിഫൈഡ് റൂൾസ് ദെയർ. അപ്പോൾ ഷോർട്ട് ടേം ലീസ് ആണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്ന ഒരു അക്രൂവൽ ബേസിസിലായിരിക്കും അക്കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അവിടെ മറ്റേ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റോ ലീസ് ലയബിലിറ്റിയോ ഒന്നും വരത്തില്ല. സെയിം വിത്ത് ലോ വാല്യൂ ലീസസ്. എന്താണ് ലോ വാല്യൂ ലീസ് എന്ന് പറയുന്നത്? അതിന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ആസറ്റിന്റെ വാല്യൂ അവിടെ കുറവായിരിക്കും. അപ്പോ അത് മേ ബി ഇപ്പം വലിയൊരു കമ്പനിയെ സംബന്ധിച്ചോളം ടാബ്ലറ്റ് ഒരു ടാബ് വാങ്ങുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പ്രിന്റർ എന്നൊക്കെ പറയുന്നതൊക്കെ അവരുടെ സംബന്ധിച്ചോളം എന്തായിരിക്കും? ലോ വാല്യൂ ലീസ് കാറ്റഗറി ആയിരിക്കും. എന്നുവെച്ചാൽ അത്രയും ബില്യൺ ടേൺ ഓവർ ഉള്ള കമ്പനിയെ സംബന്ധിച്ചോളം ഈ ചെറിയ അസറ്റ്സ് ഒക്കെ എന്തായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? ലോ വാല്യൂ ലീസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ലോ വാല്യൂ ലീസ് ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് അവിടെ ഇറ്റ്സ് എക്സംപ്റ്റഡ് ഫ്രം IFRS 16. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോഷർ നോട്ട്സിൽ കൊടുക്കണം. അപ്പൊ അതിലായിരിക്കും അത് എന്തുകൊണ്ട് ലോ വാല്യൂ ലീസ് ആയിട്ട് കൺസിഡർ ചെയ്തു എന്നുള്ളതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ കാണുന്നുണ്ടാവുക. Then the cash outflows of leased asset, the right to use of assets additions, carrying amount of right to use of asset, the maturity analysis of lease liability. These are the things that you have to disclose as per IFRS 16. അപ്പൊ മുമ്പേ നമ്മൾ ആൻസർ ഡിസ്കഷനും പറഞ്ഞായിരുന്നു. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബെറ്റർ പിക്ചർ കിട്ടുന്ന എപ്പോഴായിരിക്കും? ഈ ഡിസ്ക്ലോഷേഴ്സ് വായിക്കുമ്പോഴാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ആർ മെയ്ഡ് പ്രോപ്പർ. ഓക്കെ ആണോ മക്കളെ? So next we'll discuss about lesser accounting. So before we move to lesser accounting, we'll break it down. Just take a 10 minutes break. We'll come back by 11:20. Okay, a 10 minutes break it down. Can you hear me, guys? Okay. So before the break, we are actually discussing on lessee accounting. So next നമുക്ക് lesser accounting part നോക്കാം. അപ്പോൾ ലെസറിനെ സംബന്ധിച്ചോളം when lessor accounts for lease, it is almost same as what we have seen earlier. അപ്പോൾ പണ്ട് നമ്മൾ IAS 17 എന്ന സ്റ്റാൻഡേർഡിൽ ഫോളോ ചെയ്ത അതേ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് എവിടെയും ഫോളോ ചെയ്യുന്നത്. ഫോർ ദ കമ്പനി ലെസറിന് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നു. ഓക്കെ ആണോ? അപ്പൊ ലെസർ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ വി ആർ ഓൾമോസ്റ്റ് ഫോളോയിങ് ദ സെയിം റൂൾസ്. ദാറ്റ് ഈസ് ലെസറിന് ഇത് ഒന്നെങ്കിൽ എന്തായിരിക്കും? ഒരു ഫൈനാൻസ് ലീസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് ലീസ് എന്നുള്ള രീതിയിലോ ആയിരിക്കും ലെസർ ഇതിനെ അക്കൗണ്ട് ചെയ്യാൻ പോകുന്നത്. റൂൾസ് ആർ ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ ഇത് തന്നെ ആയിരുന്നു നമ്മൾ IAS 17 കണ്ടത്. ഇപ്പൊ ലെസറിന് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ല. ഫോർ ലെസർ ദേ ഹാവിൻ ബ്രോട്ട് ദിസ് ചേഞ്ച്. കാരണം ലെസറിന്റെ ബുക്സിൽ അത് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് നമ്മുടെ ഒരു അസംഷൻ. Is it clear everyone? അപ്പോ ലെസറിനെ സംബന്ധിച്ചോളം ഇഫ് ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ലെസി എന്നാണെങ്കിൽ ലെസർ വിൽ റെക്കോർഡ് ഇറ്റ് ആസ് ഫൈനാൻസ് ലീസ്. ഇഫ് on the other hand, if the risk and rewards are still with lesser, അത് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യും? ഒരു ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോ there are different indicators. നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് which suggest that the risk and rewards are still with the lesser or like അതൊരു ഫൈനാൻസ് ലീസ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയാൻ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫൈനാൻസ് ലീസ് ആണോ എന്ന് അറിയാൻ നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് let's say if the lessee have the right
to purchase the asset at the end of the lease term. ലെസിക്ക് ആ ഒരു അസറ്റ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് അവർ എക്സസൈസ് ചെയ്യും തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സജസ്റ്റ് ദാറ്റ് അതെന്ത് ലീസ് ആയിരിക്കും, ഒരു ഫൈനാൻസ് ലീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫൈനാൻസ് ലീസ് ആണോ അല്ലയോ നമുക്കറിയാൻ we have got different indicators. അപ്പോ ഇഫ് ദ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, എല്ലാ റിസ്കും റിവാർഡ്സും, ഓക്കെ, ലീസിന്റെ എല്ലാ റിസ്കും റിവാർഡ്സും ആ പർട്ടിക്കുലർ ലെസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞ അക്കൗണ്ട് ചെയ്യാം, IAS 17-ലും IFRS 16-ലും ഒരേ ട്രീറ്റ്മെന്റ് ആണ്, ഇറ്റ്സ് എ ഫൈനാൻസ് ലീസ്. If the lease does not transfer substantially all risk and rewards ആണെങ്കിൽ അതെന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് ലീസ് ആയിരിക്കും. ഈ ഫൈനാൻസ് ലീസ് ആണോ എന്ന് അറിയാൻ we have got different indicators ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ, ഒന്ന് അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു റൈറ്റ്, പിന്നെ ദ ലീസ് ടേം ഇൻക്ലൂഡിങ് സെക്കൻഡറി പീരീഡ്. സെക്കൻഡറി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ലീസ് പീരീഡ് അല്ലാതെ സബ്സിക്വന്റ്ലി ഒരു ലീസ് പീരീഡ് ഉണ്ടെങ്കിൽ, സോ ഇൻ സെക്കൻഡ് പീരീഡ്സ് ഇറ്റ്സെൽഫ് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ അസറ്റിന്റെ ഒരു മേജർ എക്കണോമിക് ലൈഫിലും, ലെറ്റ്സ് സേ ഒരു 40 ഇയറിന്റെ അസറ്റ് ആണ്, ഒരു 40 ഇയറിന്റെ യൂസ്ഫുൾ ഉള്ള ഒരു അസറ്റ് ആണ്, അതിലൊരു 30 അല്ലെങ്കിൽ 35 ഇയേഴ്സും നമ്മൾ അതിന് ലീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ we can say that that's a finance lease. And at the inception of the lease, the present value of lease payment is substantially equal to the fair value of the asset. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലീസിന്റെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ അസറ്റ്സ് ഫെയർ വാല്യൂ. നമ്മൾ ലീസിന് കൊടുക്കുന്ന അസറ്റ്സിന്റെ ഫെയർ വാല്യൂവിന്റെ ഈക്വൽ എമൗണ്ട് അവർ ലീസ് പേയ്മെന്റ് ആയിട്ട് ഫ്യൂച്ചറിൽ തരുന്നുണ്ടെങ്കിൽ ദെൻ അത് സജസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, അതൊരു ഫൈനാൻഷ്യൽ ലീസ് ആണെന്നുള്ളതാണ്. ദെൻ അനദർ ഇൻഡിക്കേറ്റർ എന്താ, ഈ പർട്ടിക്കുലർ ലീസ്ഡ് അസറ്റ് സ്പെസിഫിക്കലി ലെസിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വിച്ച് ഈസ് സ്പെസിഫിക്കലി മോഡിഫൈഡ് ഫോർ ലെസി. ലെറ്റ്സ് സേ ഒരു മെഷീനറി വല്ലതും ആയിരിക്കാം, ആ മെഷീനറി കംപ്ലീറ്റ്ലി നമ്മൾ മേക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ലെസിക്ക് വേണ്ടിയിട്ടാണ്. വിത്തൗട്ട് എനി ഫർദർ മോഡിഫിക്കേഷൻസ് ലെസിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ വി നോ ദാറ്റ് ഇപ്പൊ നമ്മളിപ്പോ ചൈനീസ് ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കാണത്തില്ല, ചില പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് മാത്രമായിട്ട് സ്പെസിഫിക്കലി മേക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് കാണും. അപ്പോ ആ മെഷീൻ ഒക്കെ ആണെങ്കിൽ അതിന് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻ വെച്ചിട്ട് വേറെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊക്കെ അത്രയും കോസ്റ്റോ, മേ ബി ഒരു മെഷീൻ തന്നെ ചിലപ്പോൾ 1 crore 2 crore ഒക്കെ വരും. അപ്പൊ അത് ചിലപ്പോൾ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹിറ്റാച്ചിയുടെ ഒക്കെ മെഷീനൊക്കെ ഇവിടെ എന്തെങ്കിലും ആൾക്കാർ ലീസിനായിരിക്കും എടുക്കുന്നത്. അപ്പൊ പൈസ ഉള്ളവര് ഇത് ഈ ബിസിനസ് നടത്തത്തില്ല, ദേ വിൽ പർച്ചേസ് ദിസ് മെഷീൻ ആൻഡ് ഗിവ് ഇറ്റ് ഫോർ ലീസ്. പക്ഷെ ഈ പറയുന്ന മെഷീൻ ആർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പെസിഫിക്കലി നമ്മുടെ ലെസിക്ക് വേണ്ടി മാത്രമാണ്. ദേ കനോട്ട് ഗിവ് ഇറ്റ് ടു എനിവൺ എൽസ്. അപ്പൊ ലെസിക്ക് ഒരു മോഡിഫിക്കേഷൻസ് ഒന്നും കൂടാതെ അവരുടെ പർപ്പസ് ഇതുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ലീസാണ്, അഗെയിൻ ഫൈനാൻസ് ലീസാണ്. Lessee will compensate lesser for the losses if the lease is cancelled. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അഗെയിൻ റിസ്ക് എല്ലാം ആരാണ് ബെയർ ചെയ്യുന്നത്, ലെസി ആണ്. ദെൻ അസറ്റിന്റെ വാല്യുവേഷനിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിന്റെ ഗെയിനോ ലോസും എല്ലാം ബെയർ ചെയ്യുന്ന ആരായിരിക്കും, ലെസി. ആൻഡ് ദ ലെസി ക്യാൻ കണ്ടിന്യൂ ടു ലീസ് ദിസ് അസറ്റ് ഫോർ എ സെക്കൻഡറി പീരീഡ്. ഒരു പ്രൈമറി ലീസ് ടൈം കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡറി ലീസ് ടൈമിലേക്ക് പോകുമ്പോഴും മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞൊരു റേറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അസറ്റ് ലീസിന് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ കാരണം നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ വിൽ ഗീവ് ഇറ്റ് ഫോർ എ ലോവർ എമൗണ്ട് ഓഫ് റെന്റ്, അല്ലെ? നിങ്ങളിപ്പോ റെന്റിനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങൾ പഴയ ടെനൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലോവർ റെന്റ് തരുന്നുണ്ടായിരിക്കും. സോ ഇൻ ദ സെയിം വേ ഒരു ഫസ്റ്റ് പീരീഡിൽ നിന്ന് സെക്കൻഡ് പീരീഡിലേക്ക് പോകുമ്പോഴും ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ്, ഒരു ലോവർ എമൗണ്ടിൽ ആ പർട്ടിക്കുലർ അസറ്റ് ലീസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലെസിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദിസ് ഓൾ ഫാക്ടേഴ്സ് സജസ്റ്റ് ദാറ്റ് അത് അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും, വി ഹാവ് ടു അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫൈനാൻസ് ലീസ്. അപ്പൊ ഫൈനാൻസ് ലീസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ക്ലിയർ ആണല്ലോ. ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്, നോട്ട് ക്രൈറ്റീരിയാസ്. അപ്പോ അത് ഈ പറഞ്ഞ എല്ലാം മീറ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഹിൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി സ്റ്റക്ക് ഇൻ യുവർ ഹാൻഡ്. അതെന്താണ്,
ഒരു ഫൈനാൻസ് ലീസ് ആയിരിക്കും. അപ്പോ നൗ ദ ക്വസ്റ്റൻ ഈസ് വാട്ട് ഷുഡ് ബി ദ ട്രീറ്റ്മെന്റ്? ഫൈനാൻസ് ലീസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? സെയിം സാധനം നമ്മൾ എവിടെയാണോ ലീസിൽ കണ്ടത് വിത്ത് റെസ്പെക്ട് ടു ലെസി, അതിനെ നേരെ ഓപ്പോസിറ്റ് വരും. ദാറ്റ് ഈസ് മറ്റേടത്ത് ലീസ് ലയബിലിറ്റി ആണ് ലെസിക്കെങ്കിൽ ഇവിടെ നമുക്കൊരു അസറ്റ് ആണ്. എന്ത്? ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. ബിക്കോസ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റെസീപ്റ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ഫൈനാൻഷ്യൽ അസറ്റ്. ആർക്ക്? ലെസർ. അപ്പോ ആ ഫൈനാൻഷ്യൽ അസറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ദ സെയിം വേ ഹൗ യു ഹാവ് കാൽക്കുലേറ്റഡ് ലീസ് ലയബിലിറ്റി. അപ്പൊ ആ ഫ്യൂച്ചർ പേയ്മെന്റ്സിന്റെ ഒക്കെ എന്തെടുക്കുക? പ്രസന്റ് വാല്യൂ എടുക്കുക. നമ്മൾ ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് എന്തിന്റെയും കാൽക്കുലേഷൻ വരുന്നുണ്ടാവുന്ന നമ്മുടെ ലീസ് അസറ്റിന്റെ, അല്ലെങ്കിൽ ആ റിസീവബിൾ എമൗണ്ട്, ലീസ് റിസീവബിൾ എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റിസീപ്റ്റ്സ്. ദാറ്റ് ഈസ് ഫിക്സഡ് പേയ്മെന്റ്, വേരിയബിൾ പേയ്മെന്റ്, റെസിഡൽ വാല്യൂ ഗ്യാരണ്ടി, പർച്ചേസ് ഓപ്ഷൻ, ടെർമിനേഷൻ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ ഒക്കെ എന്ത് വരും? പ്രസന്റ് വാല്യൂ വരും. Is it clear, everyone? So, അതിന്റെ സബ്സിക്വന്റ് ട്രീറ്റ്മെന്റും സെയിം അമൗണ്ടേജ് കോസ്റ്റ് മോഡലായിരിക്കും. ദാറ്റ് ഈസ് ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മൈനസ് ലീസ് പേയ്മെന്റോ, അല്ലെങ്കിൽ അഡ്വാൻസ് ആണെങ്കിൽ ആദ്യം പേയ്മെന്റ് കുറയ്ക്കും. സോ ദിസ് ട്രീറ്റ്മെന്റ്സ് ആർ എഫക്റ്റീവ്ലി ദി സെയിം. വീണ്ടും ഞാൻ പറയുന്നു, ഇതിലോട്ട് എന്ത് കൊണ്ടുവരത്തില്ല? അവര് കാൽക്കുലേഷൻ കൊണ്ടുവരത്തില്ല. യു ജസ്റ്റ് നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു നോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അല്ലാതെ നമ്മൾ ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റൻ അത് കാൽക്കുലേഷൻ കണ്ടോ? ഇല്ല. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയേണ്ടി വരും. ഇപ്പൊ ലെറ്റ്സ് സേ ഇതൊരു ഫൈനാൻസ് ലീസ് ആയിട്ടും പിന്നെ അവർ അതിനെ ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഈസ് ദാറ്റ് കറക്റ്റ്? കാരണം നമുക്ക് ഫൈനാൻസ് ലീസിന്റെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കിട്ടി, ബട്ട് സ്റ്റിൽ ദ ലെസർ ഈസ് അക്കൗണ്ടിങ് ഇറ്റ് ആസ് ഓപ്പറേറ്റിംഗ് ലീസ്. കാരണം ഓപ്പറേറ്റിംഗ് ലീസ് ആകുമ്പോൾ ഗുണം എന്താ? അസറ്റ് നമ്മുടെ ബുക്സിൽ നിന്ന് പോകുന്നില്ല. അസറ്റ് നമ്മൾ ബുക്സിൽ നിന്ന് പോകാത്തപ്പോൾ അവർ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ദേ വിൽ ട്രീറ്റ് ഇറ്റ് ആസ് ഒരു റെന്റൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ? The asset which is used for earning rentals. അതെന്താണ് മക്കളെ? IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പൊ അതിനെ ഫെയർ വാല്യൂ മോഡലിൽ കാണിക്കാമല്ലോ നമുക്ക്. ഫെയർ വാല്യൂ മോഡലിൽ കാണിച്ചാൽ ആ ഗെയിൻസ് ഒക്കെ നമുക്ക് എവിടെ റെക്കഗ്നൈസ് ചെയ്യാം? P&L റെക്കഗ്നൈസ് ചെയ്യാം. ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോ അവിടെ ക്വസ്റ്റ്യൻസ് മിക്കവാറും വരുന്നത് എന്തായിരിക്കും? ഒരു IAS 40യിലേക്ക് ചിലപ്പോൾ ആര് ഇതിനെ കൺവേർട്ട് ചെയ്യും? ലെസർ കൺവേർട്ട് ചെയ്യും. ഈവൻ ദോ അതൊരു ഫൈനാൻസ് ലീസ് ആണെങ്കിലും ദേ മേ ഹാവ് എ ടെൻഡൻസി ടു ഷോ ഇറ്റ് ആസ് ഓപ്പറേറ്റിംഗ് ലീസ്. കാരണം എന്താ? അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്. എന്ത് ഇൻകം? റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ അത് P&L ഒരു ബെനിഫിറ്റ് ആണ്. ദാറ്റ് വിൽ ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ് അല്ലെ? അത് കൂടാതെ എന്ത് ബെനിഫിറ്റും വരും? ബൈ ട്രീറ്റിംഗ് ദാറ്റ് അസറ്റ് ആസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അവർക്ക് ഗെയിൻ, അതിന്റെ ഫെയർ വാല്യൂ മൂവ്മെന്റ് ഒക്കെ ഇവിടെ കാണിക്കാം, SOPL കാണിക്കാം. അപ്പോ there was questions പാസ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ലെസർ ഒരു ഫൈനാൻസ് ലീസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഓപ്പറേറ്റിംഗ് ലീസ് ആയിട്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് an accounting mistake and we have to correct it. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ അവർ അസറ്റ് സൈഡ് അവർക്ക് കൂട്ടി കാണിക്കാൻ പറ്റും, പിന്നെ ഗെയിൻസിനെയൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും, P&L കാണിക്കാൻ പറ്റും. സോ ദാറ്റ് പാർട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. സോ ഹൗ വിൽ യു ടേക്ക് കെയർ ഇറ്റ്? നമ്മൾ ഈ പഠിച്ച ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഓർത്തിരിക്കുക. സോ അപ്പോ അതുകൊണ്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് ഓർത്തിരിക്കുക കേട്ടോ. അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ലൈക്ക് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഓർത്തില്ലെങ്കിൽ തന്നെ ക്വസ്റ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. സർ യെസ്. സർ ഈ സെക്കൻഡറി പീരീഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡറി പീരീഡ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ ഇപ്പൊ ആദ്യം ഒരു 5 വർഷത്തേക്കാണ് ലീസ് എടുത്തതെന്ന് വെച്ചോ. ഇനിഷ്യൽ ടേം വാസ് ഫോർ 5 years. അത് കഴിഞ്ഞ് വീണ്ടും നീ എക്സ്റ്റെൻഡ് ചെയ്തു, മേ ബി ഫോർ അതർ 3 years or 4 years. അപ്പൊ ആ സെക്കൻഡ് എക്സ്റ്റൻഷൻ പീരീഡ് ഉണ്ടല്ലോ, അതാണ് ഈ സെക്കൻഡറി പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിഷ്യൽ ടേം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു പീരീഡിനാണ് സെക്കൻഡറി പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ. Is it clear, everyone?
ഇനി ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ എന്താ മക്കളെ ട്രീറ്റ്മെന്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ലെസർ എന്ത് ചെയ്യും? will recognize this rental income in the P&L. Then any direct cost of negotiating the lease are added to the cost of the underlying asset. The underlying asset should be depreciated in accordance with IAS 16 or IAS 38. So ഇതാണ് ഓപ്പറേറ്റിംഗ് ലീസിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത്. ഓക്കെ ആണോ? യെസ്. ഇപ്പൊ ഓപ്പറേറ്റിംഗ് ലീസിന്റെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അപ്പൊ നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് എഴുതുക? IAS 40 എഴുതുവോ ഇത് എഴുതുവോ? സോ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പൊ കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്യുവാണ്, അതിൽ നിന്ന് റെന്റൽ ഇൻകം മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ സജസ്റ്റ് IAS 40. ഓക്കെ സർ. ലൈക്ക് അതാ പറഞ്ഞ സജസ്റ്റ് ചെയ്യുവാണ്. ലൈക്ക് നിങ്ങൾക്ക് സജഷൻ കൊടുക്കാം എക്സാമിന് വരുന്ന സമയത്ത്. ഇഫ് ദർ ഇസ് നോ ഫർദർ ഡീറ്റെയിൽസ് റിക്വയർഡ്, അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നെങ്കിൽ കൺഫേം ചെയ്തു. ബട്ട് അൾട്ടിമേറ്റ്ലി എല്ലാ ഓപ്ഷൻസും കൊടുക്കാം. 16 പറയാം, 38 പറയാം, 40 പറയാം. ബട്ട് മോസ്റ്റ് പ്രിഫറബിളി അവർ പറയുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും. കാരണം 40 കാണിച്ചാൽ എന്തിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്? ആ ഫെയർ വാല്യൂ മൂവ്മെന്റ്സ് ഒക്കെ എടുത്ത് എവിടെ കാണിക്കാം? P&L കാണിക്കാം, അല്ലെ? Is it clear everyone? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് 2018 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്യാൻ യു ജസ്റ്റ് റീഡ് ദിസ് ക്വസ്റ്റ്യൻ? ഇവിടെ അതിന്റെ കറക്റ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് റിക്വയർമെന്റ്. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ റിക്വയർമെന്റ് എന്താ? ഡിസ്കസ് ഹൗ ദ പ്രോപ്പർട്ടി ഷുഡ് ഹാവ് ബീൻ അക്കൗണ്ടഡ് ഫോർ ആൻഡ് എക്സ്പ്ലെയിൻ ദി ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഡെറ്റ് കവണൻസ് ഓഫ് ഫിസ്കേർട്ട്. ഓക്കെ ആണല്ലോ? So just go through it. അപ്പോൾ അതിന്റെ എഫേർട്സിന്റെ ഇമ്പാക്റ്റും പറയണം കേട്ടോ. So just go through that question. So ഇവിടെ വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും മക്കളെ? Here, will you account it as a finance lease or operating lease? So included with the assets of Fiskerton is a property in Hallam, which has been leased weddingly under a 40-year lease period. അപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ എന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് ലീസ് ചെയ്യായിരുന്നു. And the asset was expected to have a useful life of 40 years at the date of acquisition. അപ്പോൾ 40 വർഷമാണ് ഇവിടെ നമ്മുടെ അക്വസിഷന്റെ ശേഷമുള്ള ലൈഫ് അസറ്റിന്റെ. ആ 40 വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റ് ലീസിനും കൊടുക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ ലെസി ഈസ് യൂസിങ് ദ അസറ്റ് ഫോർ ഇറ്റ്സ് മേജർ എക്കണോമിക് യൂസ്ഫുൾ ലൈഫ് എന്നുള്ളതല്ലേ? അപ്പൊ അത് എന്ത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ മീറ്റ് ചെയ്യാണല്ലോ. സോ ഇറ്റ്സ് മീറ്റിംഗ് ദ കണ്ടീഷൻസ് ഓഫ് IFRS 16 ലെസർ അക്കൗണ്ടിങ് പ്രകാരം എന്തിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണത്? ഫൈനാൻസ് ലീസിന്റെ ഇൻഡിക്കേറ്റർ. But what the accounting treatment they have followed? അവരെന്താ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ശരിക്കും അവരുടെ ബുക്സിൽ ഫോളോ ചെയ്തേക്കുന്നേ? ഫിസ്കേർട്ടിന്റെ ബുക്സിൽ എന്താ ഫോളോ ചെയ്തേക്കുന്നേ? The property was initially revalued to 22 million on 31st March 2008, and the interim financial statements have indicated that gearing was 51% prior to this revaluation. അപ്പോ ഈ റിവാലുവേഷൻ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you can just go to the introduction and check it there. കാരണം കമ്പനിക്ക് ഒരു ലോൺ കണ്ടീഷൻ ഉണ്ട്. കവണന്റ് മീൻസ് കണ്ടീഷൻ അറ്റാച്ച് where it becomes immediately repayable when the gearing ratio exceeds above 50%. അപ്പൊ കമ്പനിയുടെ ഗിയറിംഗ് റേഷ്യോ എന്ത് വരാൻ പാടില്ല? 20%, 50% എബോവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ലോൺ റീപേ ചെയ്യേണ്ടി വരും.
അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടേക്കുന്നത് ഇവിടെ റിവാലുവേഷൻ നടത്തിയെന്നുള്ളത് ക്ലിയർ ആണ്. ബിക്കോസ് പ്രയർ ടു ദ റിവാലുവേഷൻ the ratio was how much? 51%. The managing director was aware of this breach of covenant, so instructed that the property should be revalued. The property is now carried at 28 million, which was determined by the sale of similar size property on 30 September 2008. This property was located in a much more prosperous area and built with a higher grade of material. അപ്പോ ഇവര് റെഫറൻസ് ആയിട്ട് എടുത്ത പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ്? 38 million. ബട്ട് റെഫറൻസ് എടുക്കാം, ഇറ്റ്സ് ഫൈൻ. ബട്ട് ആ റെഫറൻസ് എടുത്ത പ്രോപ്പർട്ടി എന്താ? നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിനേക്കാളും ഇത്രയുള്ള ഒരു മച്ച് പ്രോസ്പെറസ് ഏരിയ ആൻഡ് ഹാസ് ബീൻ ബിൽഡ് വിത്ത് എ ഹയർ ഗ്രേഡ് ഓഫ് മെറ്റീരിയൽ, അല്ലെ? സോ വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? അത് കറക്റ്റ് ഒരു ഫെയർ വാല്യൂഷൻ ആണോ? അല്ല. സോ വി ക്യാൻ മെൻഷൻ അബൌട്ട് IFRS 13 ആസ് വെൽ. IFRS 13 ഫെയർ വാല്യൂഷന്റെ റൂളും നമുക്കിവിടെ പറയാൻ പറ്റും. സോ സിമിലർ അസറ്റ്സ് ആണെങ്കിൽ ആ വാല്യൂ നമ്മൾ അതേപോലെ എടുക്കാതെ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു അഡ്ജസ്റ്റ് ഫോർ ദ ഡിഫറൻസസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂ അതേപോലെ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? പക്ഷെ ഇവിടെ എന്താ? ഐഡന്റിക്കൽ അല്ല. നമ്മളപ്പോ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഐഡന്റിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു മേക്ക് ദ ചേഞ്ചസ്. അത് വേറൊരു ലൊക്കേഷനിലാണ്, അതിന്റെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണെന്നുള്ളതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ വാല്യുവേഷനകത്ത് കൊണ്ടുവരണം ആസ് പെർ IFRS 13. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? പക്ഷെ അതൊന്നും ഇവരിവിടെ ചെയ്തിട്ടില്ല. The managing director has argued that the fair value should be referred to an active market and is refusing to adjust the financial statements, even though he is know that it is contrary to the international accounting standard. അപ്പൊ IFRS 13 ഇത് മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ IFRS 16 മിസ്റ്റേക്കും ഉണ്ട്. ഇതാണ് രണ്ട് അക്കൗണ്ടിങ് മിസ്റ്റേക്സ്. ദെൻ ഇത് ചെയ്യുന്നത് വഴി അവർ എന്താ ചെയ്തേക്കുന്നേ? ഫ്രം 20 million to 28 million. അപ്പൊ എഫക്റ്റീവ്ലി എത്ര? ഓൾമോസ്റ്റ് 8 million. അതിന്റെ ഇൻക്രീസ് എവിടെ കാണിച്ചിട്ടുണ്ട്? നമ്മുടെ റീറ്റെയിൻ ഏർണിങ്സിനകത്ത് കാണിച്ചിട്ടുണ്ട്, അല്ലെ? ബിക്കോസ് ദേ ആർ ഫോളോയിങ് എ റിവാലുവേഷൻ മോഡൽ ആൻഡ് ആ ഗെയിൻ അവരെവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ആ ഗെയിൻ അവരെവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും? P&L ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ. സോ വാട്ട് വിൽ ബി ദ ഡിഫറൻസ്? കമ്പനിയുടെ ഇപ്പോഴത്തെ കറന്റ് റേഷ്യോ, കറന്റ് ഡെറ്റ് ടു ഇക്വിറ്റി ആസ് പെർ ദ റിപ്പോർട്ട്സ് എത്ര ചെക്ക് ചെയ്ത് നോക്കി. കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താ? അതിന്റെ ഇക്വേഷൻ ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി എന്നാ പറയുന്നത്. ഹൗ മച്ച് ഇസ് ദ ലോങ് ടേം ഡെറ്റ്? ബാങ്ക് ലോൺ എത്രയാണ് മക്കളെ? 50 അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ഇക്വിറ്റി? ഇക്വിറ്റിയുടെ ടോട്ടൽ എത്ര? 10,000 plus 20 151 plus 70 253. ഇപ്പൊ എത്ര വരും? It is coming around to 49.8%. അപ്പൊ അവരെന്താ ചെയ്തേ? കൃത്യമായിട്ട് ഗിയറിംഗ് എന്തിൽ താഴെ നിർത്തി? 50 താഴെ നിർത്തി. പക്ഷെ നമുക്കറിയാം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇക്വിറ്റിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 8,000 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് ഒന്ന് വരുത്തിക്കേ. ഇക്വിറ്റിന്ന് എന്ത് കുറയ്ക്കുക? 8,000 കുറയ്ക്കുക, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ എത്ര വന്നതിന് നിങ്ങളുടെ ഗിയറിങ്? ഇഫ് the gain is not considered, how much would have been your gearing? It would have increased to 54%. അപ്പൊ അതാണ് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ.
യെസ്. അപ്പൊ നമ്മൾ ഇനി എന്ത് പറയണം? സജസ്റ്റ് ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഈ അസറ്റിനെ വി കനോട്ട് കണ്ടിന്യൂ ടു ഷോ ദിസ് അസറ്റ് ഇൻ അവർ ബുക്സ്. കാരണം അസറ്റിന്റെ എല്ലാ റിസ്ക് ആൻഡ് റിവാർഡ്സും ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ലെസിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫൈനാൻസ് ലീസ് ആണ്. സോ വി ഷുഡ് ഡീറെക്കഗ്നൈസ് ദ ബുക്സ് അസറ്റ് ഫ്രം ദിസ് ബുക്സ്, ഫ്രം അവർ ബുക്സ്. നമ്മൾ എന്നിട്ട് പകരം എന്ത് ചെയ്യും? വി ഷുഡ് റെക്കഗ്നൈസ് എ ലീസ് റിസീവബിൾ. അതായിരിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ദെൻ ഇത് കൂടാതെ നമുക്ക് എന്തിന്റെയും കൂടെ കാര്യങ്ങൾ പറയാം. ഇവിടെ IFRS 13 അവർ പറഞ്ഞു മാർക്കറ്റ് വാല്യൂ, ആക്റ്റീവ് മാർക്കറ്റ് അനുസരിച്ചാണ് വാല്യൂ എടുത്തേക്കുന്നത്. പക്ഷെ അവിടെ തന്നെ നമുക്ക് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. അപ്പൊ ദിസ് കംസ് അണ്ടർ, ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? സിമിലർ ഒരു പ്രോപ്പർട്ടി ആണ് എടുത്തേക്കുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ ലെവൽ 2 അല്ലെ? ഇപ്പൊ ലെവൽ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? we have to make the adjustments, especially for the fact that it's in a much prosperous area and build with a higher grade of material. അല്ലെ? മെറ്റീരിയലും ഡിഫറെന്റ് ആണ്, ആ ഏരിയയും ഡിഫറെന്റ് ആണ്. സോ അതനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതിന്റെ ഫെയർ വാല്യൂഷൻ ചെയ്യാൻ. അപ്പൊ ആ ഭാഗവും ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വി ക്യാൻ മെൻഷൻ അബൌട്ട് ദ ഇമ്പാക്ട് ഓൺ ദ FS. ദ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡൺ ആസ് പെർ IFRS 16. അത് സജസ്റ്റ് ചെയ്യാം. ആൻഡ് വാട്ട് വെന്റ് റോങ് വൈൽ കാൽക്കുലേറ്റിംഗ് ഫെയർ വാല്യൂ. ആ ഒരു ഭാഗം നമുക്ക് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ മക്കളെ? So just look into that question. ഓക്കെ, അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. സോ അതിന്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ ഇതിന്റെ എന്ത് ചോദിച്ചിട്ടുണ്ട് റിക്വയർമെന്റിനകത്തില്? ഇതൊരു എത്തിക്സ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലേ? എക്സ്പ്ലെയിൻ ദ എത്തിക്കൽ ഇഷ്യൂസ് മേ അറൈസിംഗ് ഫ്രം ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് അക്കൗണ്ടന്റ് ഫ്രം ഈച്ച് ഓഫ് ദ സെനാരിയോയും ചോദിച്ചിട്ടുണ്ട്. സോ എത്തിക്സിന്റെ പാർട്ടോടെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് എത്തിക്കലി നോക്കുവാണെങ്കിൽ പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു മിസ്റ്റേക്ക് അല്ലേ? അപ്പൊ എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി. അപ്പോ പുള്ളിയുടെ ഇന്റഗ്രിറ്റി ത്രെറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എത്തിക്സ് ക്വസ്റ്റിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്തായിരിക്കണം? ബീങ് എ പാർട്ട് ഓഫ് ACCA ബോഡി നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻട്രഡക്ഷൻ എഴുതുക. അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് അവർ എന്തൊക്കെ മിസ്റ്റേക്സ് അവർ ചെയ്തു, അത് ഏത് എത്തിക്കൽ ത്രെറ്റിലേക്ക് നമുക്ക് ലീഡ് ചെയ്യും. അപ്പൊ ആ ഒരു സ്ട്രക്ചർ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. വി ഹാവ് ടു ഷോ ദ അക്കൗണ്ടിങ് ഇഷ്യൂസ് ആൻഡ് കണക്ട് ദാറ്റ് അക്കൗണ്ടിങ് ഇഷ്യൂ വിത്ത് ദ എത്തിക്കൽ ത്രെറ്റ്. അപ്പൊ ഇവിടുത്തെ ഒരു ത്രെറ്റ് എന്താ? പുള്ളിക്ക് നോളജ് ഇല്ലാത്തതിന്റെയാണോ? നോളജ് ഇല്ലാത്തതിനെയാന്ന് പറയാം. പുള്ളിക്ക് നോളജ് ഉണ്ടായിട്ടും പുള്ളി കോൺട്രറി ആയിട്ട് ചെയ്താന്ന് പറയുന്നുണ്ട് അല്ലെ? അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്. കാരണം എന്താ? അത് കാരണം പുള്ളി ലോൺ റീപേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി പൂട്ടി കെട്ടേണ്ടി വരും. കമ്പനിയുടെ അത്രയും ക്യാഷ് ഒന്നും ഇല്ല അല്ലെ? സോ അതിന്റെ ആൻസർ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം നോക്കി. So just look into the answer. Whenever you start to write an ethics question, നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് എഴുതാം. So that is commonly for every ethics question. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ലൈക്ക് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് വരുന്നില്ലെങ്കിൽ ബെറ്റർ ഇങ്ങനത്തെ ചില ടിപ്സ് ചെയ്യാം. നോർമലി ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരം ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇഫ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിലേറ്റ്സ് ടു എത്തിക്സ്.
Then ഇവിടുത്തെ അക്കൗണ്ടിങ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ പറയുന്നു അല്ലെ, റിവാലുവേഷന്റെ പാർട്ടും. പിന്നെ തേർഡ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ? ഫെയർ വാല്യൂഷൻ ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഇഷ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. ഓക്കെ, ഡിഫറെന്റ് ഹെഡ്സ് ആയിട്ട് കൊടുത്താൽ മതി. Now, ethical implications നോക്കിയേ, ഇതെല്ലാം ക്ലിയർ ആണോ? Have you gone through it? Then ethical implications എന്താ? Again, ഇതും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് എല്ലാ എത്തിക്സ് ക്വസ്റ്റിനകത്തിൽ. പ്രൊഫഷണൽ എത്തിക്സ് ഇസ് എ വൈറ്റൽ പാർട്ട് ഓഫ് അക്കൗണ്ടൻസി പ്രൊഫഷൻ. ACCA മെമ്പേഴ്സ് ആകുമ്പോൾ അത് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ, പ്രൊഫഷണൽ കോമ്പിറ്റൻസി ആൻഡ് ഡ്യൂ കെയർ. Then integrity എന്താണെന്ന് പറയാ, being straightforward and honest. So treatment of hand and property as investment properties intentionally to meet the covenants, demonstrate threats against integrity. If the revaluation is made on the ground that Fiscada needs to improve their equity value, subsequently their gearing. അപ്പോൾ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ ത്രെറ്റ് അഗെയിൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി. കാരണം നിങ്ങൾ ആസ് ആൻ അക്കൗണ്ടന്റ് അത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പുറത്തുള്ള ഒരാളുടെ വിശ്വാസം. അപ്പൊ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ ഒരു പാലം ഉണ്ടാക്കുവാണെങ്കിൽ ആ പാലത്തിൽ കൂടെ പോയാൽ അത് പൊളിഞ്ഞു പോകത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. സോ ദാറ്റ് ട്രസ്റ്റ്, അതിനാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്ടിവിറ്റി. അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. So even though the managing director knows that requirements of IFRS 13 fair value, his treatment regarding fair value against independent value again demonstrated the threat against integrity, and these threats to ethics are all made to improve the gearing and subsequently to meet the covenant and prevent company from going concern implications. അല്ലെങ്കിൽ going concern ഇഷ്യൂസിന്റെ ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. So the professional accountant has the duty to advise the managing director to revise the revaluation according to independent valuation. If he still refuses, then ACCA ethical helpline is available. A legal advice needs to be heard and then any only further actions to be taken. Then finally, നമുക്ക് എപ്പോഴും again when it comes to ethics question, നമ്മൾ ഫൈനൽ പാരഗ്രാഫ് എപ്പോഴും ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഫെയ്ത്ത്ഫുള്ളി ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അക്കോർഡിംഗ് ടു ദ ട്രാൻസാക്ഷൻ ഒക്കേർഡ്, നിങ്ങൾ എപ്പോഴും ഫെയ്ത്ത്ഫുള്ളി ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ എന്ന് പറയുക. And following the ethical codes helps the accountant to ensure that they are technically capable and sufficiently independent with the IFRS requirements. അവർ അപ്ഡേറ്റഡ് ആണെന്നുള്ളതും അഷ്വർ ചെയ്യുക. എത്തിക്സിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായാലും എത്തിക്സ് ആയിരിക്കും. ആൻഡ് നമ്മളിപ്പോ കണ്ട പോലെ ആയിരിക്കും എത്തിക്സിന്റെ ഒരു ക്വസ്റ്റിന്റെ മോഡലും. ഇതിപ്പോ 2018 ചോദിച്ച എത്തിക്സിന്റെ ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് നോട്ട് എ സാമ്പിൾ പേപ്പർ. അപ്പൊ എത്തിക്സിന്റെ ക്വസ്റ്റൻ എപ്പോഴും വരുന്നത് എങ്ങനെ ആയിരിക്കും? ഒരു 2 അക്കൗണ്ടിങ് ഇഷ്യൂ കാണും. അതിൽ ഓൾറെഡി ഒരു അക്കൗണ്ടിങ് ഇഷ്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്താ? വിത്ത് റെസ്പെക്ട് ടു ദ സെയിൽസ് റവന്യൂവിന്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയല്ലേ? എപ്പോ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം? പോയിന്റ് ഓഫ് ടൈം ആണോ ഓവർ ദ പീരീഡ് ആണോ? അപ്പോൾ അങ്ങനെ 1-2 അക്കൗണ്ടിങ് ഇഷ്യൂ കാണും. ദെൻ അതിന്റെ ബേസിൽ എത്തിക്സിന്റെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് എത്തിക്സിന്റെ നോർമലി ഉള്ള ഒരു രീതി. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്സും ഉണ്ട്. ഒരു 2 മാർക്സ് ആണ് പ്രൊഫഷണൽ മാർക്സ്. 2 മാർക്സ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ അക്കൗണ്ടിങ് ഇഷ്യൂ കൃത്യമായിട്ട് എത്തിക്കൽ ത്രെഡ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നോളജിനാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 2 മാർക്സ്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? So almost IFRS 16 different types of questions നമ്മൾ നോക്കി, and we have discussed almost everything with respect to IFRS 16. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ആണ്. സോ ദർ ഇസ് മച്ച് ബിഗർ ടു എക്സ്പ്ലോർ. അപ്പോൾ വാട്ട് ആർ ദ തിങ്സ് വി ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ? എന്തൊക്കെ നമ്മൾ നോക്കി? എന്തൊക്കെ നമ്മൾ പഠിച്ച മക്കളെ? Standard change, accounting treatment, then reassessment of lease liability, lesser accounting. ഇത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും ഉണ്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട്?
Last, but again, that's an important topic. എന്താണ്? Sale and leaseback. So note ചെയ്തോ. എന്താണ് ഈ സെയിൽ ആൻഡ് ലീസ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഇവിടെ സെല്ലർ എന്ത് ചെയ്യും ആദ്യം? ആ സെല്ലർ ആദ്യം അസറ്റ് വിൽക്കും. ഓക്കെ, ടു എ ബയർ. Then from the buyer നമ്മൾ തിരിച്ച് എന്ത് ചെയ്യത്? Seller will lease it back. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്? സെല്ലർ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അസറ്റ് ബയറിനെ സെല് ചെയ്യുന്നു. ആൻഡ് ആ ബയറിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചത് ലീസ് ബാക്ക് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റീസൺ എന്താണ്? ലൈക്ക് വെറുതെ ഒരു കമ്പനി എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആൻസർ, ഇറ്റ്സ് എ ഫൈനാൻസ് ഓപ്ഷൻ. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻസ് ഓപ്ഷൻ ഓർ ടു റേസ് എ ബൾക്ക് എമൗണ്ട് ഓഫ് ക്യാഷ്. കാരണം സെല് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് വരും? ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് വരും, അല്ലെ? അപ്പൊ ബൾക്ക് എമൗണ്ട് ഓഫ് ക്യാഷ് റേസ് ചെയ്യാനാണ് ഇതിന്റെ ഒരു ഇൻ റിയാലിറ്റി സെയിൽ ആൻഡ് ലീസ് ബാക്ക് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ പർപ്പസ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫൈനാൻസിങ് ഓപ്ഷൻ. സോ നൗ ദ ക്വസ്റ്റൻ ഈസ്, ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? അപ്പൊ ആദ്യം നമ്മൾ വെനെവർ ദർ ഇസ് എ സെയിൽ ഓഫ് അസറ്റ്, അത് ആസ് പെർ IFRS 15 അതൊരു സെയിൽ ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. സോ ഇൻ സെയിൽ ആൻഡ് ലീസ് ബാക്ക് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? വി നീഡ് ടു ചെക്ക് വെദർ ദ ട്രാൻസ്ഫർ ഈസ് എ സെയിൽ. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? IFRS 15 ആ ക്രൈറ്റീരിയ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് അസറ്റിന്റെ കൺട്രോള് കമ്പനി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? സെല്ലർ ബയറിലേക്ക് അസറ്റിന്റെ കൺട്രോള് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സെയിൽ എന്ന് പറയാം. നൗ ലീസ് ബാക്ക് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ നമുക്ക് ഏത് പ്രകാരം ചെക്ക് ചെയ്യാം? IFRS 16 പ്രകാരം ചെക്ക് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഒരു അസറ്റ് വിൽക്കുന്നുണ്ട്, തിരിച്ച അസറ്റ് തന്നെ ലീസ് ബാക്ക് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി സെല്ലർ അസറ്റ് വിൽക്കുമ്പം ഉള്ളൊരു എൻട്രി ഉണ്ട്, അതേ സെല്ലർ തന്നെ പിന്നെ ആരായി മാറുവാണ്? ലെസ്സി ആയി മാറുവാണ്. ഹിയർ ദ സെല്ലർ ഇറ്റ്സെൽഫ് വിൽ ബിക്കം എ ലെസ്സി. അപ്പോ ആ സെയിലിന്റെ എൻട്രിയും പുള്ളിയുടെ ബുക്സിൽ വരും. ആ സെല്ലറിന്റെ ബുക്സിൽ നോക്കുവാണെങ്കിൽ എന്തിന്റെയൊക്കെ എൻട്രി വരും? ആ സെയിലിന്റെ എൻട്രി വരും, പിന്നെ ലീസിന്റെ എൻട്രിയും വരും. ആ സെയിലിന്റെ എൻട്രിയും ലീസ് ബാക്ക് ചെയ്യുന്നതിന്റെ എൻട്രിയും ആരുടെ ബുക്സിൽ തന്നെ വരും? സെല്ലറിന്റെ ബുക്സിൽ വരും. ഇറ്റ്സ് ക്ലിയർ എവരിവൺ? അപ്പൊ സെയിലിന്റെ എൻട്രി നമുക്ക് ആദ്യം എന്താ നോക്കാം. നമുക്കൊരു അസറ്റ് വിൽക്കുന്നുണ്ട്. സോ ഡെബിറ്റ് ക്യാഷ്, ക്യാഷ് വന്നു. നമ്മൾ അസറ്റ് വിറ്റു. അപ്പൊ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? കളയും. ആൻഡ് എനി ഗെയിൻ ഓർ ലോസ് വിൽ ഗോ ടു 300. ഇതാണ് ഒരു സെയിലിന്റെ എൻട്രി, അല്ലെ? ഇനി ലീസ് ബാക്ക് ചെയ്യുമ്പോഴോ? റൈറ്റ് ഓഫ് യൂസ് അസറ്റ്, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി. അത് ക്രെഡിറ്റ് സെയിൽ അല്ലേ വരുന്നത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ എൻട്രി. എഫക്റ്റീവ്ലി നിങ്ങളുടെ സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ എൻട്രി ആയി. എന്താ ആദ്യം നമ്മൾ എന്തിന് എൻട്രി എഴുതിയേ? ആദ്യം നമ്മൾ എന്തിന് എഴുതി? വി റോട്ട് ദ എൻട്രി ഓഫ് സെയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലീസ് ബാക്കിന്റെ എൻട്രി എഴുതി. എന്ത് ചെയ്യാം? ഡെബിറ്റ് റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ്, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി. സോ വി ഗോട്ട് ദ എൻട്രി ഫോർ സെയിൽ ആൻഡ് ലീസ് ബാക്ക്. സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ എൻട്രി നമുക്ക് കിട്ടി. സോ എപ്പോഴും നിങ്ങൾക്ക് അറിയാം P&Lലോട്ട് പോകുന്ന എന്തായിരിക്കണം? ബാലൻസ് ഫിഗർ ആയിരിക്കണം P&L. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റ്സ് സേ ഒരു 7 million നമുക്ക് ക്യാഷ് കിട്ടിയെന്ന് വെച്ചു. അസറ്റിന്റെ ക്യാരിങ് വാല്യൂ 5 million ആയിരുന്നു.
അങ്ങനെ നോക്കുവാണെങ്കിൽ 5 million carrying value ഉള്ള അസറ്റിനെ നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 7 million. സോ ഇൻ എ നോർമൽ സിറ്റുവേഷൻ 2 million എങ്ങോട്ട് പോകും? P&L പോകണം. നോർമൽ സിറ്റുവേഷൻ. പക്ഷെ ഒരു സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ ക്വസ്റ്റിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ 2 million നമുക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലും ബൈ ലീസിംഗ് ഇറ്റ് ബാക്ക് വി ആർ റീഗെയിനിങ് ദ control. നമ്മൾ കുറച്ച് കൺട്രോൾ നമുക്ക് തിരിച്ചു കിട്ടുവാണ്. എഫക്റ്റീവ്ലി വി ക്യാൻ ഓൺലി റെക്കഗ്നൈസ് എ പ്രോഫിറ്റ് ഫോർ ദ എമൗണ്ട് ഓഫ് കൺട്രോൾ ദാറ്റ് വി ഹാവ് ട്രാൻസ്ഫേർഡ് ടു ബയർ. അല്ലെ? അപ്പൊ മേ ബി ലീസ് ചെയ്ത് വഴി നമ്മളൊരു 80% അല്ലെങ്കിൽ 90% കൺട്രോൾ തിരിച്ചെടുക്കുന്നുണ്ടായിരിക്കും. ആ സെല്ല് ചെയ്ത അസറ്റിന്റെ കൺട്രോൾ ത്രൂ ലീസ് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ടായിരിക്കും. സോ എഫക്റ്റീവ്ലി നമുക്ക് ലോസ് ആയത് എന്തായിരിക്കും? ഒരു 10% വല്ലോ ആണ്. സോ ആ 10% പ്രോഫിറ്റ് മാത്രമേ നമ്മളിപ്പോ എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇവിടെ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ഇവിടെ നോർമലി അക്കൗണ്ടൻസ് വരുത്തുന്ന മേജർ മിസ്റ്റേക്ക് എന്തായിരിക്കും? ദേ വിൽ റൈറ്റ് ഗെയിൻ ഓഫ് ആ ഫുൾ എമൗണ്ട് ഓഫ് ഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ ബുക്സിലേക്ക് അവർ കൊണ്ടുവരും. ഫുൾ എമൗണ്ട് ഓഫ് ഗെയിൻ നമുക്ക് എവിടെ കൊണ്ടുവരാൻ പാടത്തില്ല. വി കനോട്ട് ബ്രിങ് ഇറ്റ് ടു ദ ബുക്സ്. കാരണം എന്താ? ഹിയർ ദ സെല്ലർ ക്യാൻ ഓൺലി recognize gain for the control loss to buyer. Again should be equivalent to the control percentage of control that we have lost to buyer. ആ ബയറിലേക്ക് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ഒരു കൺട്രോൾ ഉണ്ടല്ലോ, ആ കൺട്രോളിന്റെ ഗെയിൻ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതർവൈസ് ഇറ്റ് ഷുഡ് ബി എ സെയിൽ. പക്ഷെ ഇവിടെ എന്താ? സെയിലും ഉണ്ട്, ലീസ് ബാക്കും ഉണ്ട്. അപ്പൊ ലീസ് ബാക്ക് വരുന്നത് വഴി അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഗെയിൻ റീറ്റെയിൻ ചെയ്യപ്പെടുവാണ്. അപ്പൊ ഗെയിൻ റീറ്റെയിൻ ചെയ്യപ്പെടുവാണെങ്കിൽ എഫക്റ്റീവ്ലി ആ റീറ്റെയിൻ ആവുന്ന ഗെയിനിന് നമുക്ക് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോ ക്യാഷ് എത്ര രൂപയ്ക്കാണ് വിറ്റെന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ക്യാരിങ് വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. മോസ്റ്റ് സിറ്റുവേഷനിൽ ലീസ് ലയബിലിറ്റി തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരിക്കണം? നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരുന്നത് എന്തായിരിക്കും? അസറ്റിന്റെ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് ആണ്. സോ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും മക്കളെ? How will you calculate the right of use of asset? Carrying value into lease value. ഒരു അസറ്റിന്റെ വിൽക്കുമ്പോൾ ഉള്ള ക്യാരിങ് വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. ആ അസറ്റ് നമ്മുടെ ബുക്സിൽ ഉണ്ടായിരുന്ന അസറ്റാണ്. ആ അസറ്റ് തന്നെയാണ് തിരിച്ച് നമ്മൾ വാങ്ങുന്നത്, അല്ലെ? തിരിച്ച് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഇൻകർ ചെയ്യുന്ന എന്താണ്? ഇൻകറിങ് ആൻഡ് ലീസ് ലയബിലിറ്റി. അപ്പോ ഈ അസറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിരുന്നു നമുക്ക് എത്ര രൂപ ആയേനെ? മാർക്കറ്റ് വാല്യൂ. ഈ അസറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമായിരുന്നെങ്കിൽ മേ ബി യു ഹാവ് ടു ഗീവ് ദ ഫെയർ വാല്യൂ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലുള്ള ഫെയർ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ലേ? മാർക്കറ്റിൽ എന്താണോ അന്നത്തെ ഫെയർ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടി വരത്തില്ലേ? യെസ്. അപ്പൊ ലെറ്റ്സ് സേ ഇഫ് ദ ക്യാരിങ് വാല്യൂ ഇസ് 5 million, ഈ അസറ്റിന്റെ മാർക്കറ്റിലുള്ള ഫെയർ വാല്യൂ ഒരു 7 million ആയിരുന്നു. പക്ഷെ നമുക്കൊരു 4.8 million ആണ് എന്ത് വന്നത്? ലീസ് ലയബിലിറ്റി വന്നത്. ആൻഡ് ദ ഫെയർ വാല്യൂ ഈസ് ലെറ്റ്സ് സേ 7 million. ഓക്കെ. സോ ഇതിന്റെ ബേസിൽ വേണം നമ്മളിപ്പോ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? റൈറ്റ് ഓഫ് യൂസ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. So it should be always based on fair value. Okay. Abba formula note ചെയ്തു വെച്ചോ. It is not the selling price. Selling price അല്ല. It should be always fair value.
കാരണം സെല്ലിംഗ് പ്രൈസ് ചിലപ്പോൾ ഫെയർ വാല്യൂനേക്കാളും കൂടാം അല്ലെങ്കിൽ കുറയാം. Okay, so when we calculate right use of asset in case of lease liability, the sale and lease back situation, this is how you should calculate the right of use of asset. Is it clear, everyone? Okay, Anlo? So we'll do a question on the same. Three question wise, okay. A sale and lease back in the question, so just read it. The Kaplan question. It's a question from Kaplan. So here it's a sale and lease back situation. This company have sold the asset for 5 million. 5 million ആണ് അവർ സെല് ചെയ്തേക്കുന്നത്. Carrying value എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 3.5 million ആണ്. The building was leased back for almost 5 years. The remaining life of the building is 25 years ago. So it can be concluded that the control of the building has been transferred to the finance company. So if the control has been transferred, then we can confirm that the transfer is a sale. നമുക്ക് ആ ട്രാൻസ്ഫർ ഒരു സെയിൽ ആണെന്ന് പറയാൻ പറ്റും, because control അവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. The lease rentals are around 440 payable annually in arrears. The interest rate is completely something around to 7%. The present value of annual lease payment എത്രയാണ് വരുന്നത് മക്കളെ? 1.8 million ആണ്. Cherry has recorded the cash proceeds and de-recognized the building and recorded a profit on disposal of 1.5 million, the statement of profit and loss. So they have clearly mentioned that profit over recognized is under 1.5 million, which is actually the difference between the fair value and carrying amount. Fair value carrying amount തമ്മിലുള്ള വ്യത്യാസമല്ലേ ഇത്? അതാണോ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കണ്ടേ? അല്ല. We should show the balance amount. അല്ലേ? So we can do the calculations here. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ക്യാഷ് എത്രയായിരുന്നു? 5 million. റൈറ്റ് യൂസ് നമുക്ക് അറിയത്തില്ല. അസന്റെ ക്യാരിങ് വാല്യൂ carrying value എത്ര മക്കളെ? 3.5. പിന്നെ lease liability 1.8. Lease liability is 1.8. So right use എത്ര വരും? 3.5 into 1.26. 1.8 divided by 5. അല്ലെ? ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞോന്നില്ല. ചിലപ്പോ ക്യാഷ് അല്ലായിരിക്കും ഫെയർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് എത്രയാണ്? റൈറ്റ് യൂസ് 1.26. So okay, how much is the balance amount?
ബാലൻസ് എമൗണ്ട് പ്രോഫിറ്റ് എത്ര വരാൻ പാടുള്ളൂ? എത്ര മില്യൺ മക്കളെ? 0.96. 6.96. പക്ഷെ അവരെത്ര റെക്കഗ്നൈസ് ചെയ്തേ പ്രോഫിറ്റ്? 1.5. 1.5 മില്യൺ. അപ്പൊ നമ്മൾ പറയാ പ്രോഫിറ്റിൽ നമ്മൾ എന്ത് റൈറ്റ് ഓഫ് ചെയ്യണം? We have to write off this profit. 1.5 million profit നമ്മൾ write off ചെയ്തിട്ട് it should be only how much? മക്കളെ 0.96. ക്ലിയർ ആണോ? Is it clear for everyone? Yes, sir. So that's it for lease. So for lease in a major part clear ആണല്ലോ എല്ലാവർക്കും? Any doubts? So lease same as like financial instruments as well as our revenue പോലെ important ആയിട്ട് സ്റ്റാൻഡേർഡ് ആണ് lease. So ആ പാർട്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Any doubts? Okay. So next നമുക്ക് ഒരു ഇത്രൂടെ ഹയർ സ്റ്റാൻഡേർഡ്സ് രണ്ടെണ്ണം നോക്കാം. Which is IAS 19 and IFRS 2. Okay, IAS 19 and IFRS 2. So എന്താണ് IAS 19? Employee benefits. IFRS 2 share based payment. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത്തിരി ഹയർ ലെവലിലുള്ള രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ? നമ്മൾ FR-ലൊന്നും കേൾക്കാത്ത രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ പറയുന്ന രണ്ട് സംഭവം. സോ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട്സ് മേ ബി ചാൻസസ് ഹൈ ആയിരിക്കാം. ബട്ട് അഗെയിൻ പുതിയൊരു സ്റ്റാൻഡേർഡ് ആണേ ഉള്ളൂ. ഞാൻ പറയുന്നുണ്ട് ഈവൻ ദോ ഇറ്റ്സ് എ ന്യൂ സ്റ്റാൻഡേർഡ്, ഇറ്റ്സ് മച്ച് ഈസിയർ. അതിന്റെ കണ്ടന്റ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ഈസിയർ കമ്പയർഡ് ടു റവന്യൂ പോലത്തെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് അത്രയും കോംപ്ലക്സ് അല്ലേ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് IAS 19. IAS 19 എന്താണ് മക്കളെ? എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ ഈ പറയുന്ന IAS 19. അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എംപ്ലോയിക്ക് ഒരു കമ്പനി പല ടൈപ്പ് ബെനിഫിറ്റ്സും കൊടുക്കാറുണ്ട് അല്ലെ? ഒരു എംപ്ലോയിക്ക് ഒരു കമ്പനിയിൽ നിന്ന് പല ടൈപ്പ് ബെനിഫിറ്റ്സും കിട്ടും. എന്തൊക്കെയായിരിക്കും? സാലറി കിട്ടുന്നുണ്ടായിരിക്കും, പെയ്ഡ് ലീവ്സ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലെ? അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ബെനിഫിറ്റ്സിനകത്ത് വരും. നമ്മളിവിടെ സ്പെസിഫിക്കലി ഒരു എക്സാം പെർസ്പെക്റ്റീവ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് ആകെ എന്തിനെ പറ്റി മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? Pension. We are only focusing on post employment benefits. നമ്മൾ എന്തിനെ പറ്റി മാത്രം നോക്കുന്നുള്ളൂ? പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. So we are mainly focusing on benefits, but that too only post employment benefit. അപ്പൊ എന്താണ് ഈ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് മക്കളെ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്? അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് നമ്മുടെ എന്ത്? പെൻഷൻസ് ഒക്കെ. അപ്പൊ ഈ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കാരണം ഇത് ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്തല്ല നമ്മൾ ആക്ച്വലി പെൻഷൻ പേ ചെയ്യുന്നത്. അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെൻഷൻ പേ ചെയ്യുന്നുണ്ടാവുക. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ആ പെൻഷനെ നമ്മൾ എപ്പോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഈസ് ഇറ്റ് ഡ്യൂറിങ് ദെയർ സർവീസ് പീരീഡ് ഓർ അറ്റ് ദ ടൈം ഓഫ് ഗിവിംഗ് ദ പെൻഷൻ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, വെൻ വി ഷുഡ് റെക്കഗ്നൈസ് എക്സ്പെൻസ്. ആ എംപ്ലോയി നമുക്ക് സർവീസ് തരുന്ന ആ പീരീഡിലാണോ നമ്മൾ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതോ at the time of paying pension ആണോ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്? So when we should account that expense? At the time of service. Yes. നമ്മൾ ആ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴായിരിക്കണം? എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന എപ്പോഴാ? ഡ്യൂറിങ് ദ
ഡ്യൂറിങ് ദ സർവീസ് പീരീഡ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? It should be during their service period. The company should recognize the expense during the service period. അല്ലേ? അപ്പോ ഇതിന്റെ ഒരു സ്കീം എങ്ങനെ ആയിരിക്കും? ആനുവലി ഒരു കമ്പനി ഒരു എമൗണ്ട് പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ മാർക്കറ്റിലെ പല പോർട്ട്ഫോളിയോസിലോട്ടായിരിക്കും പോകുന്നത്. SIP-ലോട്ടും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഷെയർസ് എന്നൊക്കെ പറഞ്ഞൊരു മാർക്കറ്റ് പോർട്ട്ഫോളിയോയിലോട്ടായിരിക്കും ഈ പറയുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നുണ്ടാവും. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടാണ് ഫ്യൂച്ചറിൽ എന്ത് പേ ചെയ്യുന്ന ഇവര് ഈ പെൻഷൻസ് ഒക്കെ പേ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഫൈൻ. അപ്പോൾ ആ റിട്ടേൺസ് വെച്ചിട്ട് നമ്മൾ പെൻഷൻ പേ ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് ഉണ്ട്. ഇഫ് ദ റിട്ടേൺസ് ആർ നോട്ട് സഫിഷ്യന്റ് ഇനഫ് ദെൻ ഹു വിൽ ബെയർ ദ റിസ്ക്? ആ കൊടുക്കുന്ന റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പെൻഷൻ എമൗണ്ട്സിന് അത്രയും വന്നില്ലെങ്കിൽ ആ റിസ്ക് ആര് ബെയർ ചെയ്യും? ആ ഒരു ക്വസ്റ്റനിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഈ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് നമുക്കൊരു ഡിഫറൻസ് സ്പ്ലിറ്റ് വരുന്നത് അല്ലെ? സോ അതിന്റെ ബേസിൽ നമ്മൾ ആ റിസ്ക് ആര് ബെയർ ചെയ്യും എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ ഓവറോൾ പോസ്റ്റ് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മക്കളെ? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമും ഡിഫൈൻഡ് ബെനിഫിറ്റ്. അപ്പോ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിൽ എന്തുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലെറ്റ്സ് സേ ഇഫ് എലാൻസ് ഈസ് റണ്ണിങ് എ പെൻഷൻ സ്കീം, എലാൻസിന്റെ ആകെയുള്ള ഒബ്ലിഗേഷൻ എന്തായിരിക്കും? ആനുവലി ഒരു ഫിക്സഡ് എമൗണ്ട് ഈ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ ചലഞ്ച്. അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ then how that portfolio is performing and is the return is sufficient enough to pay those pension benefits എന്നുള്ളത് എന്റെ കമ്പനിയെ സംബന്ധിച്ചോളം എന്റെ കൺസേൺ അല്ല. ഈ ഒരു പെൻഷൻ മോഡലാണ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോഡൽ നമ്മൾ പറയുന്ന പേരാണ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം. ബിക്കോസ് എന്താണ് ഞാൻ ആനുവലി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് എമൗണ്ട് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ആനുവലി നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം. സോ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ സാലറി കൊടുക്കുന്ന പോലെ തന്നെ ഒരു അക്രൂവൽ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്ത് പോയാൽ മതി? അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്ത് പോയാൽ മതി. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ആർ ജസ്റ്റ് ഫോളോയിങ് ആൻ അക്രൂവൽ ബേസിസ്. Is it clear, everyone? Then what about benefit schemes? Contribute ചെയ്യുന്ന എമൗണ്ട് എക്സ്പെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആനുവലി നിങ്ങൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊരു ഫിക്സഡ് എമൗണ്ട് കാണും. ലെറ്റ്സ് സേ ആനുവലി നിങ്ങൾ 1,50,000 കോൺട്രിബ്യൂട്ട് ചെയ്യണം. Then that should be your expense. Even though you haven't paid it, നിങ്ങൾ അത് പേ ചെയ്തില്ലെങ്കിലും still that's your expense. കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എഗ്രി ചെയ്തിട്ടുണ്ട്. എന്താ മോനെ? ലയബിലിറ്റി ബുക്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആനുവലി ഉള്ള എമൗണ്ട് മാത്രം വരും അക്രൂവൽ ബേസിസ്. അല്ല ഒരു ഫുൾ എമൗണ്ട് ലയബിലിറ്റി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണ്ട. ഓക്കെ ആണോ മക്കളെ? സോ നമുക്ക് രണ്ട് ടൈപ്പ് പെൻഷൻ പ്ലാൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനും ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ബട്ട് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷനകത്തിലുള്ള ഒരു ഗുണം എന്താ?
ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ ആണെങ്കിൽ ഇവിടെ കമ്പനിക്ക് ഒരു ഫിക്സഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കും. ലെറ്റ്സ് സേ ടു എ PF ഏജൻസി ആൻഡ് വിൽ നോ ഹാവ് എനി ലീഗൽ ഓർ കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ടു പേ ഫർദർ കോൺട്രിബ്യൂഷൻ. നമ്മൾ ഇനി ഫർദർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Now it's all depends upon how that asset portfolio is performing and how much returns it can make. Okay? പക്ഷെ ഡിഫൈൻഡ് ബെനിഫിറ്റ്സ് പ്ലാൻ ആണെങ്കിലോ എന്തൊക്കെയാണോ ഡിഫൈൻ കോൺട്രിബ്യൂഷന് വരാത്തതെല്ലാം എന്തായിരിക്കും? ഡിഫൈൻ ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെ? സോ ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറയും certain percentage of final salary. നിങ്ങളുടെ ഫൈനൽ സാലറി എന്താണോ അതിന്റെ ഒരു 15% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ എമൗണ്ട് എന്ന് ആർക്ക് പ്രോമിസ് ചെയ്യും? കമ്പനി എംപ്ലോയിക്ക് ഒരു പ്രോമിസറി നോട്ട് കൊടുക്കുന്ന പോലാണ്. സോ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് ആർക്ക് ഓൾറെഡി അറിയാം? എംപ്ലോയിക്ക് അറിയാം, അല്ലെ? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കാൻ പോകുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഓൾറെഡി ആർക്കറിയാം മക്കളെ? എംപ്ലോയിക്ക് അറിയാം. സോ അതുകൊണ്ടാണ് ഇതിനെ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. നമ്മൾ എന്താണോ കൊടുക്കാൻ പോകുന്ന ബെനിഫിറ്റ് അത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. Is it clear everyone? So this much percentage of final salary will be paid as a pension amount to employee എന്നുള്ളത് പ്രോമിസ് ആണ്. Is it clear? സോ അങ്ങനെ നമ്മളൊരു പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ, അല്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു കോൺട്രാക്ട് എഗ്രി ചെയ്യുവാണ് ആരുമായിട്ട്? ഇത്രയും എംപ്ലോയീസ് ആയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യുവാണ്. ദിസ് മച്ച് എമൗണ്ട് വിൽ ബി പെയ്ഡ് ആസ് യുവർ പെൻഷൻ എന്നുള്ളത് ഞാൻ ഒരു കോൺട്രാക്ട് ആയിട്ട് എഴുതി തരുവാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പെൻഷൻ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് അക്കൗണ്ട് ചെയ്യാൻ നമ്മൾ എന്തോ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും? ഒരു പെൻഷൻ അസറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അവർ രണ്ട് അക്കൗണ്ട് വരും. ഓക്കെ, എന്തൊക്കെയാണ്? ഒരു പെൻഷൻ അസറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ആവും, പെൻഷൻ ലയബിലിറ്റി അക്കൗണ്ടും ക്രിയേറ്റ് ആവും. സോ നമുക്ക് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പം ഒരു പർട്ടിക്കുലർ ഇയറിന്റെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഇയറിനകത്ത് ഓൾറെഡി എന്ത് കാണും? നിങ്ങൾ ഇത്രയും നാളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അസറ്റിന്റെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഓപ്പണിംഗ് വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ഇയറിന്റെ കാൽക്കുലേഷൻ ആയിരിക്കും നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് വാല്യൂ ഓഫ് പെൻഷൻ അസറ്റും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട പെൻഷൻ ലയബിലിറ്റി. അതെന്താ പെൻഷൻ ലയബിലിറ്റി എന്ന് പറയുന്നത്? ദിസ് ലിറ്ററലി ദ പ്രസന്റ് വാല്യൂ ഓഫ് യുവർ ഫ്യൂച്ചർ പേയ്മെന്റ്സ്, അല്ലെ? ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താണോ കൊടുക്കേണ്ട ആസ് ഓഫ് നൗ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ലയബിലിറ്റിയുടെ പ്രസന്റ് വാല്യൂ എടുക്കുക. Is it clear everyone? ഓക്കെ ആണോ മക്കളെ? Can you reply in the chat? Okay. Next എന്താ? നമുക്കറിയാം ഇത് ഓൾമോസ്റ്റ് ലൈക്ക് അഗെയിൻ ഒരു കോൺട്രാക്ട് ആണ്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ആരൊക്കെയാണ്? Who are these two parties? ആരൊക്കെയാണ് രണ്ട് പാർട്ടീസ്? കമ്പനി, employer and the employee. അപ്പൊ ഒരാൾക്ക് ഇതൊരു ഫൈനാൻഷ്യൽ അസറ്റും മറ്റേ പുള്ളിക്ക് ഇതൊരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ ആ രണ്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. സോ വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ്. ഒരു അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ആയിരിക്കും നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ അസറ്റിന്റെ മണ്ടയ്ക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. Interest. So just note it down. There is fair value of pension asset
and the present value of pension liability. അസറ്റിന്റെ മണ്ടയ്ക്ക് നമുക്ക് വരുന്നത് എന്തായിരിക്കും? ഒരു ഇൻട്രസ്റ്റ് ഇൻകം ആയിരിക്കും അല്ലെ? What about liability? It's an interest expense. So ഇതിന്റെ രണ്ടിനെയും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത് പോവാ? സൈഡിൽ കൂടെ ഒരു നെറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് പോവാം. ഇത് രണ്ടും നെറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ചിലപ്പോൾ ഓപ്പണിംഗ് നെറ്റ് ഡെഫിസിറ്റ് വരാം. എന്താ നെറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലയബിലിറ്റി ബാലൻസ് ഹയർ ദാൻ അസറ്റ് ബാലൻസ്. ഓർ ചിലപ്പോൾ എന്ത് വരാം? സർപ്ലസ് വരാം. സോ ഇവിടെ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ആൻ ലയബിലിറ്റി ബേസിക്കലി അല്ലെ? അപ്പൊ ലയബിലിറ്റി ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പൊ നമ്മൾ ലയബിലിറ്റി അക്കൗണ്ട് ആയതുകൊണ്ട് ലയബിലിറ്റിക്ക് ഒരു പോസിറ്റീവ് വാല്യൂ, ഈ അസറ്റ് ആണ് വരുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യു. പക്ഷെ ഏത് സിമ്പിൾ ആണോ നിങ്ങൾ ഇടുന്നത് ആ സിഗ്നൽ ആ പർട്ടിക്കുലർ സൈൻ ഫോളോ ചെയ്ത് പോകണം, അത്രേ ഉള്ളൂ. നൗ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? വിൽ കോൾ ഇറ്റ് ആസ്, ഇത് രണ്ടും നെറ്റ് ചെയ്യുമ്പോൾ ഉള്ള സാധനത്തിൽ നമ്മൾ പറയുന്ന പേരെന്താ? നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ്. എന്താ മക്കളെ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ പെൻഷൻ അസറ്റിന്റെ മണ്ടയ്ക്ക് വരുന്ന വാല്യൂം പെൻഷൻ ലയബിലിറ്റിയുടെ മണ്ടയ്ക്ക് വരുന്ന എക്സ്പെൻസും കൂടെ നെറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ് കിട്ടും. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അത് ചിലപ്പോൾ അഗെയിൻ സെയിം രീതിയിൽ വരും. ഇപ്പൊ ഇൻകം ആണ് കൂടുതലെങ്കിൽ നെഗറ്റീവ് വരും, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ പോസിറ്റീവ്. ഓക്കെ. ദെൻ ആനുവലി നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, എല്ലാ വർഷവും നമ്മൾ അതിലോട്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ? ആ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന അനുസരിച്ച് എന്റെ എന്ത് കൂടുവാണ്? അസറ്റിന്റെ വാല്യൂ കൂടുവാണ്. ദെൻ ഓൺ ദ അതർ സൈഡ് ലയബിലിറ്റിയുടെ വാല്യൂ കൂടുവോ ആനുവലി? യെസ്. ഓരോ വർഷവും എനിക്ക് തരുന്ന സർവീസ് കൂടുന്നതനുസരിച്ചിട്ട് ഐ ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് കോസ്റ്റ് അല്ലെ? നിങ്ങൾ തരുന്ന സർവീസിനനുസരിച്ചല്ല എന്റെ എക്സ്പെൻസ് കൂടുന്നേ. നിങ്ങളിപ്പോ 10 വർഷം വരുമ്പം സർവീസ് ചെയ്യുമ്പോൾ ഉള്ള ലയബിലിറ്റിയും 20 വർഷം സർവീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി സെയിം ആണോ? അല്ല. ഓരോ വർഷം പുതിയ പുതിയ ആൾക്കാർ വരുവാണ്. ഓരോ വർഷം അവർ നമുക്ക് തരുന്ന സർവീസ് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് കൂടും? നമ്മുടെ ലയബിലിറ്റി ബാലൻസ് കൂടും അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യാം? സർവീസ് കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. സോ നമുക്കറിയാം സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലയബിലിറ്റിനെ കൂട്ടുന്ന ഒരു സാധനമാണ്. അതപ്പോ ഞാൻ ആഡ് ചെയ്യും. സർവീസ് കോസ്റ്റ് ഈസ് ഇൻക്രീസിങ് യുവർ ലയബിലിറ്റി. അപ്പൊ നെറ്റ് അക്കൗണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ആഡ് ചെയ്യുവാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വൺ? കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ട് സെയിം എമൗണ്ട് വരുമോ? ഇല്ല. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് യുവർ അസറ്റ്. അപ്പോ നെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അത് ഡിഡക്ട് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലയബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് ഫിഗറും അസറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാം നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് ചെയ്ത് പോകുന്നത്. ബിക്കോസ് ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി ബാലൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോ ഇൻ ദാറ്റ് സെനാരിയോ കോൺട്രിബ്യൂഷൻ ടു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് സൈഡിനെ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ലയബിലിറ്റിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിഡക്ട് ചെയ്യണം അല്ലെ? ദെൻ ഓൾറെഡി നമ്മുടെ കമ്പനിയിൽ പോയിട്ടുണ്ടായിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ, അവർക്ക് നമ്മൾ ആനുവലി എന്ത് പേ ചെയ്യുന്നുണ്ടായിരിക്കും? ബെനിഫിറ്റ്സ് പേ ചെയ്യുന്നുണ്ടായിരിക്കും. ആനുവലി നമ്മൾ അവർക്ക് എന്ത് പേ ചെയ്യുന്നുണ്ടായിരിക്കും? ബെനിഫിറ്റ്സ്. ഈ ബെനിഫിറ്റ്സ് നമ്മൾ പേ ചെയ്യുന്നത് എന്താ? നമ്മുടെ അസറ്റ് അക്കൗണ്ടിൽ നിന്നാണ് കുറയുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ ഓഫ് അസറ്റിൽ നിന്ന് ഫണ്ട് പോവല്ലേ? അപ്പൊ എന്ത് കുറയും? നമ്മുടെ പെൻഷൻ അസറ്റ് അക്കൗണ്ട് കുറയും. ബൈ ദ സെയിം എമൗണ്ട് നമ്മുടെ ഏത് അക്കൗണ്ടും കുറയും? നമ്മുടെ ലയബിലിറ്റി അക്കൗണ്ടും കുറയും. പെൻഷന്റെ ലയബിലിറ്റി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സോ വി ഹാവ് ടു ഡിഡക്ട് പെൻഷൻ അസറ്റ് അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോ അൾട്ടിമേറ്റ്ലി അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? രണ്ടിടത്തും ബൈ ദ സെയിം എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. നെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് എന്താ? നില്ല അല്ലെ? നെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നില്ല. അപ്പൊ ഇത്രയും സാധനം ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ ബാലൻസ് കിട്ടുമല്ലോ.
you will get a final balance. But നിങ്ങളുടെ ക്ലോസിംഗ് fair value of pension asset and the present value of pension liability. Because within that 1 year, കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. സോഷ്യൽ ഫാക്ടേഴ്സ് മാറിയിട്ടുണ്ടായിരിക്കും, ആൾക്കാർ എത്ര നാള് ജീവിച്ചിരിക്കും എന്നുള്ളത് മാറിയിട്ടുണ്ടായിരിക്കും, ആൾക്കാരുടെ ജോബ് ഒക്യുപ്പൻസിയുടെ ലെവൽ മാറിയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ChatGPT ഒക്കെ വന്നു, നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറയാം അല്ലെ, മാക്സിമം എല്ലാം ഓട്ടോമേറ്റഡ് ആക്കുമായിരിക്കും. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് വരത്തില്ല, ഇത്രയും ലയബിലിറ്റി വരത്തില്ല. സോ ഇത് എല്ലാ വർഷവും ആനുവലി ഇയർ എൻഡിൽ ആര് റീമെഷർ ചെയ്യുന്നുണ്ടായിരിക്കും, ആ ആക്ച്വറി ഡിപ്പാർട്ട്മെന്റ്, ആക്ച്വറീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റീമെഷർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ ആ വാല്യൂ ക്വസ്റ്റൻ അത് തരും, ബിക്കോസ് അത് നമ്മുടെ ഡ്യൂട്ടി അല്ല. ആക്ച്വറി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ അത്യാവശ്യം തലയുള്ളൊരു, ഇപ്പൊ ഓഡിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറെ തന്നെ ഒരു ടീമാണ് ആക്ച്വറി ഡിപ്പാർട്ട്മെന്റ്സ്. സോ ആക്ച്വറി ഡിപ്പാർട്ട്മെന്റ്സ് തരുന്ന ഈ പറയുന്ന അസറ്റിന്റെയും വാല്യൂ, അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നെറ്റ് ചെയ്യും. ഓക്കെ, അത് ഒബ്വിയസ്ലി നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആയിട്ടും എന്ത് മാറ്റം വരും. നമ്മൾ കണ്ടുപിടിക്കുമ്പം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ദ ക്യാരിയിങ് വാല്യൂ. നമ്മുടെ ബുക്സിലുള്ള വാല്യൂവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ചേഞ്ച്. ഈ ഒരു ഡിഫറൻസ് ചിലപ്പോൾ ഗെയിൻ ആവാം, അല്ലെങ്കിൽ ലോസ് ആവാം. സോ ദിസ് റീമെഷർമെന്റ് ഗെയിൻ ഓർ ലോസ്, ഇറ്റ് വിൽ ബി എ ഗെയിൻ ഓർ ലോസ്. അത് നമ്മൾ എവിടെ കാണിക്കും, റെക്കോർഡ് ഇൻ OCA. അതിനെ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും മക്കളെ, റെക്കോർഡ് ഇറ്റ് ഇൻ OCA. ഓക്കെ ആണോ? Is it clear everyone? അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണന്റ് എവിടെ പോകും, will go to P&L. സർവീസ് കോസ്റ്റ് എവിടെ പോകും, P&L. കോൺട്രിബ്യൂഷനോ, ക്യാഷ് ഫ്ലോ. എവിടെ ക്യാഷ് ഫ്ലോയിൽ പോകുന്നേ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കാരണം ഇത് എംപ്ലോയീസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. ഫണ്ട് വി ഗിവ് ടു എംപ്ലോയീസ്. അപ്പൊ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്, എംപ്ലോയീസ് ആർ പാർട്ട് ഓഫ് ഓപ്പറേഷൻസ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഫണ്ട് എവിടെ കളയണം, എവിടെ കാണിക്കേണ്ടി വരും, ഓപ്പറേറ്റിംഗ് തന്നെ കാണിക്കും. ഓക്കെ, ബെനിഫിറ്റ്സ് പേയ്ഡ് ഇമ്പാക്ട് എന്താണ്, അപ്പൊ അത് ഒരു സ്റ്റേറ്റ്മെന്റിനെ എഫക്ട് ചെയ്യത്തില്ല അല്ലെ. സോ ഫൈനലി ദിസ് ഗെയിൻ ഓർ ലോസ് ഓൺ റീമെഷർമെന്റ് വിൽ ഗോ ടു OCA. ഓക്കെ ആണോ മക്കളെ? സോ ഫൈനലി നെറ്റ് ബാലൻസ് എവിടെ പോകും, SFP. എഴുതാം ഇല്ലേ? അപ്പൊ ഇത് OCA പോകുന്നതിന്റെ റീസൺ എന്താ, സെയിം ലൈക്ക് റീവാലുവേഷൻ പോലാണ്. ഇറ്റ്സ് ലൈക്ക് എ റീമെഷർമെന്റ് പാർട്ട്. അത് അടുത്ത വർഷം മാറാം. സോ ദാറ്റ് ഗെയിൻ ഓർ ലോസ് ഷുഡ് ബി റെക്കോർഡ് ഇൻ OCA എന്നാണ് ആര് പറയുന്നത്, IAS 9 പറയാം. ഗെയിൻ ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ മെഷർ ചെയ്ത് പോവാ, OCA റെക്കഗ്നൈസ് ചെയ്ത് പോവാം. ഇവിടെ റീക്ലാസിഫിക്കേഷൻ അലൗഡ് ആണോ, അല്ല. റീക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് അലൗഡ്. ഇവിടെയും റീക്ലാസിഫിക്കേഷൻ അലൗഡ് അല്ല. ഓക്കെ ആണോ മക്കളെ? സോ ആ നെറ്റ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ നെറ്റ് ഫോർമാറ്റ് ആണ്. മറ്റേ രണ്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ചെയ്യുന്ന. സോ ദിസ് നെറ്റ് ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിന് വരുന്നത്. നിങ്ങൾ എക്സാമിന് ചെയ്ത് കാണിക്കുന്ന നെറ്റ് ഫോർമാറ്റേ ഉള്ളൂ. സോ അത് പഠിച്ചിരുന്നാലും മതി. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം. സോ ഈ രണ്ട് ഫോർമാറ്റിന്റെ നെറ്റ് ചെയ്തുള്ള സാധനമാണ് ഈ സംഭവം. പെൻഷൻ അസറ്റ് അക്കൗണ്ടും പെൻഷൻ ലയബിലിറ്റി അക്കൗണ്ടും കൂടെ നെറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യാം, ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഇവിടെ കൂടുതൽ ഒരു ഭയങ്കരമായിട്ടുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബേസിക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. സംതിങ് വെരി ബേസിക് ആയിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹയർ സ്റ്റാൻഡേർഡ്. അപ്പോൾ FRന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നോളജ് ആയിരിക്കും ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇസ് ക്ലിയർ എവരിവൺ? അപ്പൊ ഈ ഓരോന്നും എന്താന്ന് ക്ലിയർ ആണല്ലോ. സോ സ്പെസിഫിക്കലി ഇവിടെ നമുക്ക് ഇനി ഡിസ്കഷൻ വേണ്ടത് എന്തിന്റെ കേസിലാണ്? സർവീസ് കോസ്റ്റിന്റെ കേസ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഓൾ ഇൻക്ലൂഡ്സ് ഇൻ സർവീസ് കോസ്റ്റ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ സർവീസ് കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവാം മക്കളെ, ഓർക്കുന്നുണ്ടോ? What all includes in service cost? Yes, service cost includes the current service cost. ഈ വർഷത്തെ സർവീസ് കോസ്റ്റ് വരാം. It will include the current service cost. പിന്നെ past service cost. പിന്നെ gain or loss on curtailment. ഇതൊക്കെ എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു വിൽ ബി അവെയർ അബൌട്ട് ഇറ്റ്. സോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് വി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ഏരിയ. മേ ബി ഇൻ ഡെപ്ത് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത് അറിഞ്ഞിരിക്കാം. സോ ഗെയിൻ ഓർ ലോസ് ഓൺ കർട്ടൈൽമെന്റ് വരാം. പിന്നെ വേറെന്താ മക്കളെ? What else they can test? Gain or loss on settlement. അല്ലെ? സോ ഇത്രയും കമ്പണൻസ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ കറന്റ് സർവീസ് കോസ്റ്റ്. എന്താണ് കറന്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് കറന്റ് സർവീസ് കോസ്റ്റ് ഗൈസ്? കറന്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷം അവർ നമുക്ക് തന്ന സർവീസ് ഉണ്ടല്ലോ, അപ്പോ അത് കാരണം നമ്മൾ ഓവറോൾ ലയബിലിറ്റി കൂടും. കാരണം ഇത്രയും നാൾ നമ്മൾ ഇതുവരെ തന്ന സർവീസിന്റെ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ വർഷം അഡീഷണലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആ എക്സ്പെൻസ് ഫോർ ദ വർക്ക് ദേ ഹാവ് ഡൺ ഇൻ ദ കറന്റ് ഇയർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറന്റ് സർവീസ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, നൗ പാസ്റ്റ് സർവീസ് കോസ്റ്റ്. എന്താ ഈ പാസ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? which is the change in the present value of obligation for employees in the prior period resulting from a plan amendment or curtailment. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിൽ ഒരു അമെന്റ്മെന്റ് വരുവാണെങ്കിൽ, പ്ലാനിൽ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let's say 15% ഓഫ് ഫൈനൽ സാലറി എന്നായിരുന്നു ഞാൻ 2022 വരെ എടുത്ത ഒരു കൺസെപ്റ്റ്. 2022 വരെ ഞാൻ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മക്കളെ? 15% ഓഫ് ഫൈനൽ സാലറി പെൻഷൻ കൊടുക്കാന്നുള്ള രീതിയിലാണ്. 2023 തൊട്ട് ഞാൻ ഡിസൈഡ് ചെയ്തു ലെറ്റ് ഇറ്റ് ബി 20% ഓഫ് ഫൈനൽ സാലറി. അപ്പം ഈ ഒരു ഇൻക്രീസ് ഞാൻ പ്രീവിയസ് ഇയേഴ്സിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പ്രീവിയസ് ഇയേഴ്സിലെല്ലാം ഞാൻ എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സമയത്ത് അത് ഞാൻ 15%-ലായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഐ ക്ലിയർലി നോ ദാറ്റ് ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ് ഐ ഹാവ് അണ്ടർസ്റ്റേറ്റഡ് മൈ എക്സ്പെൻസ്. ഞാൻ പ്രസന്റ് വാല്യൂ എടുത്തപ്പം എത്ര ശതമാനത്തിലെടുത്തേ മക്കളെ? 15%. ബട്ട് ഫ്രം 15 നൗ ദ പോളിസി ഹാവ് ചേഞ്ച് ടു 20. അതൊരു പോളിസി ചേഞ്ച് ആണ് അല്ലെ? സോ പോളിസി ചേഞ്ച് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു മേക്ക് ദ ചേഞ്ചസ് റെട്രോസ്പെക്റ്റീവ്ലി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയേഴ്സിൽ ഞാൻ എത്രത്തോളം ആണോ കുറച്ച് കാണിച്ചേ വൈൽ കാൽക്കുലേറ്റിംഗ് ദ പ്രസന്റ് വാല്യൂ, ആ ഒരു എമൗണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി ഐ വിൽ റെക്കഗ്നൈസ് ഇറ്റ് ഇൻ ദ കറന്റ് ഇയർ. നമ്മൾ ടാക്സിലൊക്കെ ചെയ്തില്ലേ, അണ്ടർ പ്രൊവിഷൻ ഓവർ പ്രൊവിഷൻ, ആ സെയിം കൺസെപ്റ്റ്. ഓക്കെ, അപ്പോ പ്ലാനിൽ ഒരു അമെന്റ്മെന്റ് വരുമ്പോഴും അതേപോലെ തന്നെ പിന്നെ സിറ്റുവേഷൻ എന്തായിരുന്നു? കർട്ടൈൽമെന്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ കർട്ടൈൽമെന്റ് എന്ന് പറഞ്ഞ സംഭവം? സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇത് മോസ്റ്റ്ലി വരാനുള്ള സാധനം എന്തായിരിക്കും? മോസ്റ്റ്ലി ഇത് വരുന്ന എപ്പോഴായിരിക്കും മക്കളെ?
ഒരു കമ്പനി ഒരു റീസ്ട്രക്ചറിങ് ഒക്കെ ചെയ്യത്തില്ലേ? ആ ഒരു ഡിവിഷൻ സെല്ല് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മേജർ നടക്കുന്നു. അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഒക്കെ നമ്മുടെ പെൻഷൻ സ്കീമിൽ നിന്ന് മാറും. മനസ്സിലായോ? സോ അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ടു റീമെഷർ അവർ പെൻഷൻ ലയബിലിറ്റീസ്. അപ്പൊ അവിടെ ചിലപ്പോൾ ഗെയിൻ വരാം, അല്ലെങ്കിൽ ലോസ് വരാം. കാരണം അത്രയും പേര് നമ്മുടെ സ്കീമിൽ നിന്ന് പോവാണ്. മോസ്റ്റ് പ്രോബ്ലി മേ വിൽ ഗെറ്റ് എ ഗെയിൻ. കാരണം നമ്മൾ ലയബിലിറ്റി എവിടെ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും കുറയും. സോ അങ്ങനെ ഗെയിൻ ഓർ ലോസ് ഓൺ curtailment, it will come as a part of your service cost. പിന്നെന്താ? ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ്. എന്താ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി പെൻഷൻ അക്കൗണ്ട് ടു എ ന്യൂ എംപ്ലോയർ. ലെറ്റ്സ് സേ നിങ്ങളിപ്പോ ഒരു ഷിഫ്റ്റ് നടത്തുവാന്ന് വെച്ചോ. അലയൻസ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ മാറി ബൈജൂസിലോട്ട് മാറി എന്ന് വെച്ചോ, ഇവിടുത്തെ ഒരു എംപ്ലോയി. അപ്പൊ ബൈജൂസിലോട്ട് മാറുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അലയൻസിലെ ആ PF അക്കൗണ്ട് I have to transfer to whom? അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും മക്കളെ? ബൈജൂസിലോട്ട് മാറ്റും. ബട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു PF അക്കൗണ്ടേ ഉള്ളൂ. PF അക്കൗണ്ട് റിമെയിൻസ് സെയിം, നമ്പറും എല്ലാം സെയിം ആയിരിക്കും PF നമ്പർ. ഓക്കെ, അതിന് റൂൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 15,000 താഴെയുള്ളവർക്കൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് PF കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, സോ അക്കൗണ്ട് വിൽ റിമെയിൻ ദ സെയിം. അപ്പൊ ഈ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത്, ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ഫർ ചെയ്യേണ്ടി ഉണ്ടാവും. ചില സിറ്റുവേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ വരുവാണെങ്കിൽ ഓൺ ദാറ്റ് ട്രാൻസ്ഫർ ഓർ ഓൺ അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് സെറ്റിൽമെന്റ്, അവിടെ ചിലപ്പോൾ എന്ത് വരാം? there can be some gain or loss. ആ ഗെയിൻ ഓർ ലോസും നമ്മൾ എന്തിന്റെ ഭാഗമായിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത്? വി ആർ അക്കൗണ്ടിങ് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് യുവർ സർവീസ് കോസ്റ്റ്. അപ്പോ സർവീസ് കോസ്റ്റിനകത്തിൽ മെയിൻലി എന്തൊക്കെ കമ്പണൻസ് ഉണ്ട്? കറന്റ് സർവീസ് കോസ്റ്റ് ഉണ്ട്, പാസ്റ്റ് സർവീസ് കോസ്റ്റ് ഉണ്ട്, എനി ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്, ആ സർവീസ് കോസ്റ്റ് കാണിക്കുന്നത്. അപ്പോ ക്വസ്റ്റിനകത്തിൽ കറന്റും പാസ്റ്റും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? സർവീസ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോ ലെറ്റ്സ് സേ ഇൻ എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പറയുവാണ്, all gain or loss on pension plan is recorded in OCI. Company decided to show all gain or loss with respect to pension benefit plan in OCI എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണോ? കമ്പനി എല്ലാ ഗെയിൻ ഓർ ലോസും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? OCI കാണിക്കാൻ തീരുമാനിച്ചു. Is it a correct accounting treatment or no? No. കാരണം എന്താ? ഗെയിൻ ഓർ ലോസ് ഓൺ റീമെഷർമെന്റ് കമ്പണന്റ് മാത്രമേ ഇവിടെ പോകാൻ പാടുള്ളൂ, OCI പോകാൻ പാടുള്ളൂ. അല്ലാതുള്ള ഗെയിൻ ഓർ ലോസ് ഓൺ കട്ടൈൽമെന്റ്, ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെന്റ്, അതെല്ലാം എങ്ങോട്ടാ പോന്നെ? ആക്ച്വലി ഇറ്റ് ഈസ് ഗോയിങ് ടു P&L. കാരണം സർവീസ് കോസ്റ്റ് എങ്ങോട്ടാ പോന്നെ? സർവീസ് കോസ്റ്റ് എഫക്റ്റീവ്ലി P&L അല്ലേ പോന്നെ. അപ്പോ ഗെയിൻ ഓർ ലോസ് ഓൺ കട്ടൈൽമെന്റും ഈ പറയുന്ന സെറ്റിൽമെന്റും ഒക്കെ എങ്ങോട്ടാ പോന്നെ? P&L പോന്നെ. So we cannot say that all gain or loss should be measured in OCI. സോ അങ്ങനത്തെ ക്വസ്റ്റ്യനും പാസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും വരുന്നത്? മറ്റേ റീമെഷർമെന്റ് കമ്പണന്റ് സാധനമായിരിക്കും വരുന്നത്. പക്ഷെ അതിൽ മാത്രമാണോ ഗെയിൻ ഓർ ലോസ് ഉള്ളത് പ്ലാനിൽ? അല്ല. നമ്മൾ എസ്പെഷ്യലി ഒരു ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗെയിൻ ഓർ ലോസ് എവിടെയും വരാം. കട്ടൈൽമെന്റിന്റെ ഭാഗമായിട്ട് വരാം, ആ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് വരാം. ആ ഗെയിൻ ഓർ ലോസ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? P&L ആണ്. അതിന്റെ ഇമ്പാക്ട് വരുന്നത് P&L ആണ്. സോ വി കനോട്ട് സേ ദാറ്റ് ഓൾ ഗെയിൻ ഓർ ലോസ് ഓൺ പെൻഷൻ പ്ലാൻ ഷുഡ് ബി ഷോൺ ഇൻ OCI. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ലൈനാണ്. നമ്മൾ പെട്ടെന്ന് ഗെയിൻ ഓർ ലോസ് നയിക്കുമ്പോൾ ഏതേ വരത്തുള്ളൂ നമ്മുടെ മൈൻഡില്? ചിലപ്പോ ആ റീമെഷർമെന്റിന്റെ ഭാഗമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? ഇറ്റ്സ് ക്ലിയർ എവരിവൺ? സോ നോട്ട് ചെയ്തോ. സോ IAS 90 നമ്മൾ മെയിൻലി ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ പെൻഷൻ പ്ലാൻ സ്കീം ആൻഡ് ഇമ്പോർട്ടന്റ്ലി അബൌട്ട് സർവീസ് കോസ്റ്റ്.
അപ്പോൾ പാസ് സർവീസ് കോസ്റ്റ് നമ്മൾ എപ്പോഴാണ് മക്കളെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ആ പ്ലാൻ അമെൻമെന്റോ കർട്ടൈൽമെന്റോ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിലോ എന്തെങ്കിലും റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ ആ എംപ്ലോയിനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ ടെർമിനേഷൻ കോസ്റ്റ് ഒക്കെ ബെയർ ചെയ്യേണ്ടി വരും. സോ വിച്ച് എവർ ദ ഇവന്റ് വിച്ച് ഹാപ്പൻസ് ഫസ്റ്റ്, എന്താണോ ഇതിൽ ആദ്യം നടക്കുന്നത്, അറ്റ് ദ ഏർലിയർ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സർവീസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാം. സോ അത് ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിന്റെ നോളജ്. സോ നോട്ട് ചെയ്ത് വെച്ചോ. പാസ് സർവീസ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ് അറ്റ് ദ ഏർലിയർ ഓഫ്, ഈ രണ്ട് ഇവന്റിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാം? പാസ് സർവീസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു റീസ്ട്രക്ചറിങ് വരുന്നുണ്ടെന്ന് കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിലോ അപ്പൊ തന്നെ റീസ്ട്രക്ചറിങ് കോസ്റ്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ IAS 37 പ്രകാരം. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പാസ് സർവീസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് വരണം? അമെൻമെന്റോ അല്ലെങ്കിൽ കർട്ടൈൽമെന്റോ ശരിക്കും സംഭവിക്കണം. സോ വിച്ച് എവർ ഹാപ്പൻസ് ഫസ്റ്റ്, അവിടെ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാം? ആ മൊമെന്റിൽ തന്നെ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? പാസ് സർവീസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. Is it clear everyone? Okay ആണോ? It's clear everyone? സോ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഈ ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണോ വിത്ത് റെസ്പെക്ട് ടു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കറക്റ്റ് ആണോ? അപ്പൊ നമ്മൾ പറയേണ്ടത് നോർമലി P&L നമ്മൾ എന്ത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ? നമുക്ക് അത്രയും നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ആണ് നമ്മൾ P&L കാണിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ഈ പറയുന്ന ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ സാലറി പാക്കേജ് ഒക്കെ മാറുന്ന കാരണം നമ്മൾ ജസ്റ്റ് ഓൺ റീമെഷർമെന്റ് വരുന്ന ഗെയിൻ ഓർ ലോസ് ആണ്. സോ നമുക്ക് ഡയറക്ട്ലി എവിടെ കാണിക്കാൻ പറ്റത്തില്ല? P&L കാണിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ മുമ്പേ IAS 17 ഒരു ഡിസ്കഷൻ ക്വസ്റ്റ്യൻ കണ്ട പോലെ ചിലപ്പോൾ എന്തിനും ഒരു ക്വസ്റ്റ്യൻ വരാം, IAS 19 ഒരു ഡിസ്കഷൻ ക്വസ്റ്റ്യൻ വരാം. സോ ഈസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു ഷോ ദ ഗെയിൻ ഓർ ലോസ് ഇൻ OCI? കൺസിഡർ ഫ്രെയിംവർക്ക് പ്രകാരം അത് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ വരാം. So just go through it. So when developing an accounting standard, the board notes that it might decide certain income or expense should be represented in OCI if the results from remeasuring an item to its current value. And this means that profit or loss provide more information and it provides faithful representation for the users. So IAS 19 പ്രകാരം നമ്മൾ ഇത് എവിടെ കാണിക്കുന്നത്? അത് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ബട്ട് അഗെയിൻ അത് കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും, നമുക്ക് ഇത്രയും ഗെയിൻ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും നമുക്ക് ഗെയിൻ വന്നാണോ? അല്ല. സോ അതിന് നമ്മൾ OCI തന്നെ കാണിക്കുക. സോ it is in long term in nature. So board believes that it is appropriate to recognize the short term fluctuations in P&L. This protects the P&L as a primary source of information about entity's performance. So according to the framework, income and expenditures included in OCI should be reclassified to P&L. When doing so, results in P&L provide more relevant information. However, the reclassification allowed ആണോ? അല്ല. അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി റീക്ലാസിഫിക്കേഷൻ allowed അല്ല. Why? Because the board argues that there is no clear basis to determine the amount or timing of reclassification. ഇത് ഏത് സമയത്ത് എത്ര എമൗണ്ട് ആണ് റീക്ലാസിഫൈ ചെയ്യേണ്ടത് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടോ? ഇല്ല. കാരണം ബേസിക്കലി നമ്മൾ ഈ റീമെഷർമെന്റ് ചെയ്തു പോകുന്ന എന്തിന്റെ ബേസിലാ? ഞാൻ പറഞ്ഞു ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി, അവരുടെ ഫൈനൽ സാലറി എന്നൊക്കെ പറയുന്ന ഇയർ ഓൺ ഇയർ എന്ത് ചെയ്തോണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ആക്ച്വറി ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ റീമെഷർമെന്റ് ഗെയിൻ ബെറ്റർ നമ്മൾ ഇവിടെ കാണിക്കുന്നത്. This is charged or credited to OCI. And it is an item that will not be reclassified to P&L. Okay ആണോ? സോ മേ ബി കൺസെപ്റ്റ് ഫ്രെയിംവർക്കുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാം, അതും മനസ്സിലാക്കി വെച്ചേക്കും. Is it clear everyone?
IAS 19 ഒരു പോർഷൻ മനസ്സിലായോ? See question നോക്കി. So just look at this question. So ഇവിടെ നിങ്ങളുടെ ക്ലോസിംഗ് ഫെയർ വാല്യൂ ഓഫ് പ്ലാൻ അസറ്റ്സ് എത്രയാണ് വന്നത്? ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റൻ. സോ ഇവിടെ നമ്മുടെ പെൻഷൻ പ്ലാൻ അസറ്റിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. 950 ആണ്. ഞങ്ങളുടെ പ്രസന്റ് വാല്യൂ ഓഫ് പെൻഷൻ ലയബിലിറ്റി എത്രയേ ഉള്ളൂ? 800. സോ ഇത് രണ്ടുകൂടെ നെറ്റ് ചെയ്തേ എത്ര വരുന്നുണ്ട്? 950 മൈനസ് 800. How much it is? 150. അപ്പൊ ഇതാണ് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് അല്ലെ? ക്ലോസിംഗിലുള്ള നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ് ലയബിലിറ്റിയുടെ നെറ്റ് ചെയ്തപ്പോ ഇവിടെ എത്ര വന്നു? 150 വന്നു. ഇതാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഇപ്പൊ നെറ്റ് അസറ്റ്, ഇവിടെ അസറ്റിന്റെ വാല്യൂ അല്ലേ കൂടുതൽ അല്ലെ? ഫെയർ വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ് ആണ് കൂടുതൽ കമ്പയർഡ് ടു ലയബിലിറ്റി. ഇപ്പൊ നോർമലി നമ്മൾ ബുക്സിൽ കാണിക്കുന്ന അസറ്റ് എത്രയാണ് മക്കളെ? 150 ആണ്. അപ്പോ ഈ പെൻഷൻ അസറ്റ് കൂടുന്നു എന്തിനേക്കാട്ടിലും? പെൻഷൻ ലയബിലിറ്റിനെക്കാട്ടിലും. പ്രാക്ടിക്കലി അതിന് എന്തായിരിക്കും റീസൺ? ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ലായിരിക്കും. സോ ദർ വിൽ ബി സം റിഡക്ഷൻസ് ഇൻ യുവർ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ യു മേ ഗെറ്റ് സം കോൺട്രിബ്യൂഷൻ ഹോളിഡേയ്സ്. കോൺട്രിബ്യൂഷൻ ഹോളിഡേയ്സ് എന്ന് പറയുന്നത് എന്താ? ചില സമയത്ത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ദ അസറ്റ് ഈസ് പെർഫോമിംഗ് മച്ച് ബെറ്റർ ദാൻ ലയബിലിറ്റീസ്. അപ്പോ എപ്പോഴും ഈ ക്ലോസിംഗിൽ അസറ്റ് വരുമ്പോ നമുക്കറിയാലോ, ക്ലോസിംഗിൽ അസറ്റ് വരുമ്പോ അസറ്റിനെ നമ്മൾ ബുക്സിൽ കാണിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പ്രൂഡന്റ് കൺസെപ്റ്റ് വെച്ചിട്ട് പഠിച്ചിട്ടുള്ള എന്താ? അസറ്റിനെ ഒരിക്കലും നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലേ? യെസ്. അപ്പൊ ആക്ച്വറീസ് ഒന്നുകൂടെ ഈ സാധനം എന്ത് ചെയ്യുമെന്ന് റീമെഷർ ചെയ്യും. ഓക്കെ, ആക്ച്വറീസ് വിൽ ഹാവ് എ കൺസേൺ. ആക്ച്വറീസ് ഒന്നുകൂടെ റീമെഷർ ചെയ്യും. ആൻഡ് ഈ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന റീഫണ്ട്സും റിഡക്ഷൻസ് ഇൻ കോൺട്രിബ്യൂഷൻസിന്റെ ഒക്കെ ഒരു പ്രസന്റ് വാല്യൂ അവർ കണ്ടുപിടിക്കും. എത്രയാണിത്? 70. അപ്പോ നമ്മുടെ നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ അസറ്റിന്റെ വാല്യൂ എത്ര വന്നു? 150 വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റിഡക്ഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ചെയ്ത് നോക്കിയപ്പോ എത്രയേ വരുന്നുള്ളൂ? 70. അപ്പൊ മാക്സിമം ക്യാപ്പ് നമുക്ക് അസറ്റ് എപ്പോഴും വെക്കേണ്ടത് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലെ? സോ അസറ്റിന് മാക്സിമം നമ്മൾ ക്യാപ്പ് വെക്കും. സോ വിൽ കീപ് എ സീലിംഗ് എന്ന് പറയത്തില്ല, സീലിംഗ് ആണ് നമ്മുടെ ഏറ്റവും ടോപ്പ്. സോ വിൽ ക്രിയേറ്റ് എ സീലിംഗ് ടു ദിസ് അസറ്റ്. ഒരു ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. അത് എത്ര ആയിരിക്കണം അപ്പൊ ഇവിടെ? സോ ഇവിടെ 150 ആണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്തപ്പോ വന്നേ. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഓൺലി ഹൗ മച്ച്? 90. 70 അല്ലെ? ഈ ക്വസ്റ്റൻ അത് 70. സോ ഓൾവേസ് വി ഷുഡ് കീപ് എ എമൗണ്ട് ലോവർ ഓഫ് the amount that we calculated normally. Normally നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര വന്നു? 150. അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ എത്രയേ വന്നുള്ളൂ? 70. സോ വിച്ച് ഓർ ഈസ് ലോവർ, അതേ നമ്മൾ എന്തായിട്ട് കാണിക്കാൻ പാടുള്ളൂ? അസറ്റ് ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസറ്റ് സീലിംഗ്. That's the maximum amount we can keep as asset. ക്ലിയർ ആണോ? അപ്പൊ ലാസ്റ്റ് പാർട്ട് ആഫ്റ്റർ ദ കാൽക്കുലേഷൻ നമ്മൾ അഡീഷണലി പഠിക്കുന്ന ഒരു പോർഷൻ ആണെന്ത്? അസറ്റ് സീലിംഗ്. എന്താണ് അസറ്റ് സീലിംഗ് എന്ന് മനസ്സിലായോ? അപ്പൊ നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിന്റെയും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ നടത്താം. സോ ദ മാക്സിമം ക്യാപ് ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മക്കളെ? അസറ്റ് സീലിംഗ് എന്ന് പറയും. അപ്പൊ ഇവിടെ അസറ്റിന്റെ വാല്യൂ കുറയുമല്ലേ? അസറ്റിന്റെ വാല്യൂ കുറയുമ്പോ എന്താ എൻട്രി? അസറ്റിന്റെ വാല്യൂ കുറയുമ്പോ എന്തായിരിക്കും എൻട്രി? അസറ്റിന്റെ വാല്യൂ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ ആണോ? Is it clear everyone? Asset ceiling in the portion clear or no? Okay. So these are the main factors we have to consider here in IAS 19.
അപ്പൊ ആ നെറ്റ് ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക, then asset ceiling സെനാരിയോ അറിഞ്ഞിരിക്കുക. Any doubts? Is it clear everyone? അപ്പൊ IAS 19 പോർഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കെങ്കിൽ ബാക്കി നെക്സ്റ്റ് ഡേ കവർ ചെയ്യാം. ഓക്കെ, സോ IFRS 2 ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് IAS 19 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. IFRS 2 റിവിഷനും ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്ന് IFRS 16 കവർ ചെയ്തത് നല്ലപോലെ നോക്കുക, ആൻഡ് നോളജ് പാർട്ട് ഓഫ് IAS 19 ഒന്ന് റിവേഴ്സ് ചെയ്യാം കേട്ടോ. സോ ലാസ്റ്റ് ദിവസം ചെയ്ത പോലെ തന്നെ നമ്മൾ IFRS 16 ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. എല്ലാവരും ഡോക്സിൽ ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. എനിക്കൊന്ന് ബെൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കണ്ടു. ബാക്കി ഉള്ളവർ ഒന്ന് ആൻസേഴ്സ് ഫ്രെയിം ചെയ്തിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ശരി.